ഇൻഷാ അല്ലാഹ് ഈ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യകത ഭാവി നമുക്ക് ഉപകരിക്കും. അപ്പൊ നമ്മൾ ഈ പങ്കെടുത്ത് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തതൊക്കെ നമ്മുടെ ഭാവി ജീവിതത്തിൽ വളരെ ഉപകരിക്കുമാറാകട്ടെ. ഇനി നമ്മൾ എന്തെല്ലാം കഷ്ടപ്പെട്ട് എന്തെല്ലാം ഉണ്ടാക്കിയാൽ ശരി, ഒരു കാര്യം പറയുവാനുള്ളത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരു വിദ്യാഭ്യാസം ഭാവിയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മദ്രസയിൽ കുട്ടികൾ വരുന്നതിന് സമയം വളരെ വിഷയമാണ്. രാവിലെ 6:30 ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ 8 മണി വരെയാണ് നിശ്ചയിക്കുന്നത് എങ്കിൽ ഏതാണ്ട് 7:45 ആകുമ്പോൾ കുട്ടികൾ വിട്ടിരിക്കണം. കാരണം സ്കൂൾ വിദ്യാഭ്യാസത്തെ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ട്യൂഷൻ സെന്ററുകളാണ്. ഇതൊരു വലിയൊരു വിപത്തായി നമ്മുടെ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ രക്ഷകർത്താക്കൾ അതിന് ഏറ്റവും അവരെ പ്രോത്സാഹിപ്പിക്കുകയും മദ്രസയിൽ പേരിന് വേണ്ടി വരികയും പിന്നുള്ള സമയങ്ങളിൽ ട്യൂഷനിലേക്ക് അയക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ഇത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമ്മൾ ഏത് കോഴ്സ് പഠിച്ചാലും എന്ത് പഠിച്ചാലും ശരി, അത് നമ്മുടെ കുട്ടികളെ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു മണിക്കൂറെങ്കിൽ നമ്മൾ കുട്ടിയെ നമുക്ക് കിട്ടിയില്ല എങ്കിൽ ഇതുകൊണ്ട് വലിയ പ്രയോജനം നമുക്ക് ഉണ്ടാവും തോന്നുന്നു. അപ്പൊ അതിനുള്ള സംവിധാനം ജമാഅത്തുകാര് തൊട്ടടുത്തുള്ള കൂട്ടുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയക്രമീകരണം നടത്താൻ ഏറ്റവും അത്യാവശ്യവുമാണ്. കൂട്ടത്തില് അബ്ദുസ്സലാം മൊഴിയൊക്കെ ഞാൻ മറന്നിട്ട് പറയുകയല്ല, ധാരാളമുണ്ട്. 2 സുലൈമാനൈനി 2 സുലൈമാൻ സാറന്മാര്. ഇപ്പൊ ഒരു സുലൈമാൻ സാർ കൂടി ഇപ്പോണ്ട്. അദ്ദേഹം നമ്മുടെ മുഫത്തിഷായിരുന്നു, ദേവലക്കര ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഈ മേഖലയുടെ വലിയ പ്രവർത്തകനായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. മറ്റേ സുലൈമാൻ സാർ ഇവിടെ വളരെ ഫലപ്രദമായി മദ്രസ ഫെസ്റ്റ് സംഘടിപ്പിച്ച് മാതൃകായോഗ്യമായി നടത്തിയത് ഇവരൊക്കെ തന്നെയാണ്. ഇന്ന് ചവറ മേഖലയാണ് എല്ലാവർക്കും മാതൃകയായി ഉണ്ട്. ഹൈസബ് ക്ലാസ് ധാരാളം പണ്ഡിതന്മാർ അതിന്റെ സർട്ടിഫിക്കറ്റ് അന്ന് കൊടുത്ത് നിശ്ചയിച്ച് 3 വ്യവസായമാണ്. ഈ തെക്കൻ കേരളത്തില് ഒരു മത സാംസ്കാരിക സമ്മേളനത്തിന് ആദ്യമായി CH3 വ്യവസായം എത്തുന്നത് കരുനാഗപ്പള്ളിയിലെ ഹിസ്ബ് ക്ലാസിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനും സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതിന് മുമ്പിലാണ് പിന്നെ നടത്തിയത് ചവറയാണ്. ഞാൻ ഈ അടുത്ത് ഇപ്പൊ കുറെ പുതിയ സിലബസുകളൊക്കെ വരുന്നുണ്ടോ. അപ്പൊ ഞാൻ ഒരിടത്ത് ചോദിച്ചു, വെല്ലുവിളി അടിസ്ഥാനത്തിലല്ല, സത്യം വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ അല്ല, ഈ ദക്ഷിണയുടെ മദ്രസകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ നിങ്ങളിപ്പോ പുതുതായി ബോംബെയിൽ നിന്നും അവിടെ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു നീതിമാനായ ഈ മഹ്റജ്, അറബി അക്ഷരങ്ങളുടെ മഹ്റജ്, അതിന്റെ ഉത്ഭവസ്ഥാനം അറിയുന്ന ഒരാളിന്റെ മുമ്പിൽ ഒന്ന് ഹാജരാക്കിയിട്ട് ആ ബിസ്മി എന്ന് പറയിക്കുന്നു. വേറെ ഒന്നും വേണ്ട. ഖുർആനിലെ 114 ആയത്തും 6666 ആയത്തും ഒന്നും ഓദിക്കണ്ട. ആ ബിസ്മി ഒന്ന് ഓദിക്കുക. വേറൊന്നുമല്ല, കാഞ്ഞിരപ്പള്ളി ദാറുസ്സലാമിൽ വെച്ചാണ് ഞാൻ പ്രസംഗിച്ചത്. ഇവരൊക്കെ ഉണ്ട്, മുറുമൊലിയൊക്കെ ഉണ്ട്. ആ ബിസ്മി ഒന്ന് പഠിക്കാം. ബിസ്മിയും പൊട്ട് ആ ബായുടെ മഖ്റജ് ആദ്യ കുഞ്ഞുങ്ങളെ കൊണ്ടത് പറയിക്കും. അവിടെയാണ് ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ പ്രസ്ഥാനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അവിടെയാണ്. കമറുദ്ദീൻഷാരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെയും ക്ലാസ് എടുത്തുണ്ടല്ലോ, ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ പഠിപ്പിച്ചത് നേരെ ചുണ്ട് താഴെ ചുണ്ടിന്റെ നനവുള്ള ഭാഗത്ത് തട്ടണം. ആ ഒരു സംയോജനത്തിൽ നിന്നാണ് ബി എന്ന് പറയുന്ന അക്ഷരം പുറപ്പെടേണ്ടത്. അങ്ങനെ ബിസ്മി ഓതിയാലേ ആ ബിസ്മി ശരിയാകത്തുള്ളൂ. ഇറക്കുമതി ചെയ്യപ്പെടുന്ന ദക്ഷിണയ്ക്കെതിരായി വരുന്ന സിലബസുകളും അതിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും ദക്ഷിണയുടെ മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും ഈ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെയും അതിലെ ഉസ്താദന്മാരെയൊക്കെ ഒരു നീതിമാന്റെ മുമ്പിൽ നിരനിരയായി നിർത്തിയിട്ട് ആ ബിസ്മി എന്ന് പറയും. അവിടെയാണ് ദക്ഷിണയുടെ മഹത്വം പറയുന്നത്. ഇപ്പോ അറബിയിൽ ഒരു തത്വമുണ്ട്, കാലഘട്ടത്തിന്റെ അതുപോലെ ഇപ്പോ
അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ബഹുമാനീയനായ കടയ്ക്കൽ അബ്ദുൽ അസീസ് ഉസ്താദ് പാരമിക്കപ്പെടാൻ ഇല്ലാത്ത ആളുകളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും സ്നേഹത്തും കൊടുക്കുക. എല്ലാം കൂടെ ചെല്ലുമ്പോ അവിടെയാണ് KP ഉസ്താദിന്റെ ഒരു മഹത്വം മനസ്സിലായത്. അന്ന് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജന്നത്തുൽമയുടെ പ്രസിഡന്റ് കാളമ്പാടി ഉസ്താദാണ്. കാളമ്പാടി ഉസ്താദ് വലിയ മഹാനായിരുന്നു. എത്രത്തോളം അദ്ദേഹത്തിന്റെ മഹത്വം എന്നറിയാം. അദ്ദേഹം ജാമ്യന്നൂരിയില് ദർസ് ചെയ്യാൻ പോകുന്ന ഓട്ടോറിക്ഷയിലാണ്. ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഓട്ടോറിക്ഷയിൽ തിരിച്ചു വീട്ടിൽ വരും. അപ്പൊ മലബാറിലെ ഒരു പ്രമുഖൻ, ഒരു ധനാഠ്യൻ, ഒരു സന്മനസിന്റെ ഉടമ ഒരു ദിവസം ഉസ്താദിന്റെ വീട്ടിൽ ചെന്നു സംസാരിച്ചു. 2 താക്കോല്, ഒരു ഇന്നോവ കാറിന്റെ താക്കോലും ഒരു സ്വിഫ്റ്റ് ഡിസയർ കാറിന്റെ താക്കോലും. മുളശ്ശേര് ജാമ്യനേരയിൽ പോകുന്നത് ഞങ്ങൾക്കൊരു മാനക്കേടാണ്. അവിടെ ഈ 2 താക്കോലിൽ ഒന്ന് തിരഞ്ഞെടുക്കണം. ഒന്നെങ്കിൽ ഡിസയർ വണ്ടിയുടെ, അല്ലെങ്കിൽ ഇന്നോവയുടെ. അതിന്റെ ഇന്ധനവും ഡ്രൈവറെയും ഒക്കെ ഞാൻ തന്നെ വഹിക്കും, എന്റെ മരണം വരെ, അല്ലെ ഉസ്താദിന്റെ കാലം അവസാനിക്കുന്നവരെ. ഇതാരാ സ്വീകരിക്കാത്ത? ഒരു ചെലവുമില്ല. ഡ്രൈവറെ വെക്കണ്ട, പെട്രോൾ പമ്പിൽ പോയി പൈസ കൊടുത്ത് വെണ്ണയടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. അത് ഒരാളങ്ങനെ സ്വയം ഒറ്റയ്ക്ക് വന്ന് ഓഫർ ചെയ്യണം. കാളമ്പാടി ഉസ്താദ് 2 താക്കോലും നീക്കി തള്ളി. ഇത് 2 ഇത് 2 ഞാൻ സ്വീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജന്നത്തുൽമയുടെ ആദരണീയനായ പ്രസിഡന്റ് പുൻഷാറുണ്ട്. അങ്ങനെ പല പ്രമുഖന്മാരും സംസ്ഥാനത്തിലാണ്, മലപ്പുറത്തെ സംസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെല്ലുന്നത്. മുന്നോട്ട് വന്നിട്ട് KP ഉസ്താദിനെ കെട്ടിപ്പിടുകയാണ്. KP ഉസ്താദിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവർ ശരിക്കന്മാരായി പഠിച്ചവരാണ്. അപ്പോഴാണ് ഇത് KP ഉസ്താദിന്റെ ഒരു മഹത്വം. നമ്മളുമായി ഇങ്ങനെ ഇടപഴകി നമ്മൾ സഹകരിക്കുകയും ബന്ധപ്പെടുകയും സംഘടനാ തലത്തിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെടുന്ന ഒരാള് മലബാറിലേക്ക്, സിന്നിമയിലേക്ക് ചെല്ലുമ്പോ, അവിടുത്തെ കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോ സംസ്ഥകളുടെ ജന്നത്തുൽമയുടെ പ്രസിഡന്റ് മറ്റുള്ളവരെയൊക്കെ വിസ്മയിപ്പിക്കുമാർ KP ഉസ്താദിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തപ്പോഴാണ് KP ഉസ്താദിന്റെ മഹത്വം അല്പമെങ്കിലും നമുക്ക് ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞത് അപ്പൊ അന്ന് അവരുമായി ചർച്ച ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് വരിക, ചർച്ച ചെയ്ത് സുന്നത്തെ മാത്രം ഞങ്ങൾ ഇരുമ്പോ ഇതൊക്കെയുണ്ട്. ഒത്തിരി കിതാബുകളെ പൊക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച ഒരുപാട് ഗ്രന്ഥങ്ങൾ അവിടുന്ന് അവർ സ്പോൺസർ ചെയ്തത് ബഹുമാനപ്പെട്ട മുഫ്തി, ഇവിടുത്തെ മുഫ്തിയാണ് അദ്ദേഹം. MD അബ്ദുള്ള മൊരീസ് ആളാ, ഇനി നേരത്തെ അറിയുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഇന്ന് സംസ്ഥയുടെ മുഫ്തിയാണ്. അപ്പൊ ഇവിടുന്ന് എല്ലാവരും കൂടെ എന്നെ സ്പോൺസർ ചെയ്തു. ഞാൻ 8 ചങ്കുമത്തൊന്നും അറിയുന്ന ആളല്ല, എന്നാലും സംസാരിച്ചു. MD അബ്ദുള്ള മൊരീസ് ഉസ്താദ് ഞാനുമായി ഡിബേറ്റ് നടത്തി. അതിൽ ഒരു ധാരണ, കേരളത്തിൽ എവിടെ മാസപ്രദർശനമായാലും വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ എടുക്കാം. ഒരു തീരുമാനത്തിൽ ചെറുശ്ശേരി ഉസ്താദ് മൂസക്കാരല്ല, കാളമ്പാടി ഉസ്താദ് മൂസക്കാരല്ല. ഒരു തീരുമാനത്തിൽ. അപ്പൊ ഈ തീരുമാനമെല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞല്ല, നമുക്കൊരു വാർത്താ സമ്മേളനം വിളിക്കാം. മലപ്പുറം പ്രസ് ക്ലബില് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടൊന്ന് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സംസ്ഥയിലെ ആദരണീയരായ ഉസ്താദന്മാർ പറഞ്ഞു, വേണ്ട, നമ്മൾ വാർത്താ സമ്മേളനം വിളിച്ച് ആശയം പ്രചരിപ്പിച്ചാൽ നാളെ ഇതിനെതിരായിട്ടുള്ള വാർത്താ സമ്മേളനം പ്രചരണം ഉണ്ടാവും, സമുദായം ആശയക്കുഴപ്പത്തിലായി. ഇതുകൊണ്ട് അമൽ ചെയ്താൽ മതി. അത് കണ്ട് തുടർന്ന് ആളുകൾ അമൽ ചെയ്തോളൂ. ഒരു വിരായത്തിന്റെ വാക്കായിട്ടാണ് നമ്മൾ കണ്ടത്. അന്നേരം ഒരു വാർത്താ സമ്മേളനം നടത്തി പിരിയണമെന്ന് ഞങ്ങൾക്കെല്ലാം നിർബന്ധം ഉണ്ടായിരുന്നു.
പക്ഷെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമായുടെ ഉസ്താദന്മാരുടെ ആ പ്രയോഗം, ആ അഭിപ്രായം ഞങ്ങൾ ശിരസ വഹിച്ചു. പക്ഷെ കേരളം ഒന്നാകെ ഇന്ന് നോമ്പും പെരുന്നാളും ആഘോഷിക്കും. അതിന് മുൻകൈയെടുത്ത് ദക്ഷിണകേരള ജമിയത്തുലമായ, അത് ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഡേസിന്റെ പുറത്തും ഈ പറയുന്ന MD അബ്ദുള്ള മോദി ഉസ്താദിന്റെ മുമ്പിലും ബാക്കിയുള്ളവരുടെ മുമ്പിൽ പ്രമുഖമായി വെച്ച ഒരേ പോയിന്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീട്. കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് ചില വ്യവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാവും. നമസ്കാരത്തിന് പറഞ്ഞു പോന്നാൽ അതിന് മാറ്റമില്ല. ഒന്നുകൊണ്ട് പറഞ്ഞ 6 അതിന് മാറ്റമില്ല. ഇസ്ലാമിന് പറഞ്ഞ 5 അതിന് മാറ്റമില്ല. ഈമാന്റെ പറഞ്ഞ 6 അതിലൊന്നും മാറ്റമില്ല. അടിസ്ഥാനപരമായിട്ടുള്ള അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യതിയാനവുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു. ഞാനിപ്പോ ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു യോഗത്തിൽ പറഞ്ഞു, 4 മദ്ഹബുകൾ, മദ്ഹബിലെ ഇമാമുമാരുടെ ഇടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ഉമ്മ. അതിന് നമ്മൾ ചിലര് അർത്ഥം പറയുന്നേ ഇമാമുമാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉമ്മത്തിൽ ആവശ്യമില്ല. ഇമാമുമാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഇമാമുമാരുടെ വീക്ഷണ വ്യത്യാസമാണ്. ഈ 4 മദ്ഹബും ഖുർആനിലും തിരുസുന്നത്തിലും അധിഷ്ഠിതമാണ്. ഖുർആനിലോ തിരുസുന്നത്തിലോ ഇല്ലാത്ത ഒന്ന് എന്റെ മദ്ഹബിൽ കണ്ടാൽ തള്ളപ്പെടേണ്ടതാണ്. എല്ലാ ഇമാമുമാരും സ്വീകരിച്ചതാണ്. തത്വത്തിൽ എല്ലാം ഒരുപോലെയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ കസറാക്കൽ ഹനഫി മദ്ഹബിൽ വാജിബ്, എന്റെ ദൂരം എത്തിയാൽ ചെറുപ്പത്താൽ. ഷാഫി മദ്ഹബിൽ അഫ്ളൽ. അപ്പൊ രണ്ടും തത്വത്തിൽ ഒന്നല്ലേ. ഒരു ഇമാം വാജിബ് എന്ന് പറഞ്ഞു ഇമാമുല്ലാഹ്, ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അഫ്ളൽ എന്ന് പറഞ്ഞു. അപ്പൊ പ്രവൃത്തിയിൽ രണ്ടും ഒന്നല്ലേ. അപ്പൊ അതൊരു വീക്ഷണ വ്യത്യാസമാണ്. അത് നമുക്ക് അനുഗ്രഹമാണ്. അപ്പൊ ഇതുപോലെയുള്ള എത്തകയ്യറുള്ള അഹ്കാമും എത്തകയ്യറുള്ള സ്മാൻ, കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് ചില വ്യവസ്ഥിതികൾക്ക്, അടിസ്ഥാനപരമല്ലാത്ത ചില വ്യവസ്ഥിതികൾക്ക് മാറ്റം വരാം. അത് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ സ്വീകരിക്കുന്നത്. 70 വർഷമായി. ഇന്നലെ ദക്ഷിണകേരള ജമിയത്തുലമയുടെ 71ാം ജന്മദിനമായിരുന്നു. നവോത്ഥാനത്തിന്റെ 71 വർഷം. ഇന്നത്തെ പത്രത്തിലേക്ക് നിങ്ങൾ കണ്ടു കാണും. എല്ലാ പള്ളികളിലും പതാക ദിനം ആചരിച്ചു. നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ പതാക ഉയർത്തി. ദക്ഷിണയെക്കുറിച്ച് പ്രകീർത്തനം നടത്തി. മഹാന്മാരായ PK യൂനുസ് മൗലവി, റയീസുലുമ, അലവിക്കുഞ്ഞ് മൗലവി ഉസ്താദ് തുടങ്ങി നമ്മുടെ കന്നേറ്റിയുടെ ദീർഘകാല ഇമാമായിരുന്ന മുഹമ്മദ് സാജി ഉസ്താദ് ഉൾപ്പെടെ എല്ലാവരെയും നമ്മൾ അനുസ്മരിച്ചു. അവർക്കൊക്കെ തന്നെ ദുആ ചെയ്തു. ഇന്നലെ ആ ദക്ഷിണയുടെ മഹത്വമാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ കബറിടങ്ങളും സന്ദർശിക്കലാണ്. പക്ഷെ ഇന്നലെ നോമ്പും വെള്ളിയാഴ്ചയുമായതുകൊണ്ട് അനുസ്മരണം നടത്താൻ പറഞ്ഞു. പതാകകൾ ഉയർത്തി നമ്മൾ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഒരു മാറ്റം ദക്ഷിണകേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജന്മമെടുത്ത് ഇതിന്റെ നമ്മൾക്ക് ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള മർഹൂം അബൂബക്കറിന്റെ സാഹിബാണ് ഈ സിലബസ് സ്കീം ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ അന്ന് പള്ളിപ്പറയിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂളില്ല, സ്കൂളിൽ പോകുന്നവർക്ക് പള്ളിപ്പറയില്ല. അപ്പൊ അമീർ വക്കീലും ഒക്കെ ആ കുടുംബത്തിന്റെ പാരമ്പര്യം അനുസരിച്ചാണ് രണ്ടും കൂടെ പഠിച്ചത്. കുതിരയൊക്കെ കരിമ്പാലിലെ കുതിര നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പഠിച്ചതാ. അവിടെ അപൂർവം പലർക്കും അത് കഴിഞ്ഞിട്ടില്ല, എനിക്കുൾപ്പെടെ. മദ്രസ വിദ്യാഭ്യാസത്തിനും സ്കൂൾ വിദ്യാഭ്യാസത്തിനും കോളേജ് വിദ്യാഭ്യാസത്തിനും കോട്ടം വരാത്ത വിധം വിദ്യാഭ്യാസ രംഗത്തെ ഒരു നവോത്ഥാന രംഗത്തേക്ക് ഒരു കുതിച്ചുകയറ്റം എന്ന നിലയിൽ അതിനൊരു സിലബസും സ്കീമും ഉണ്ടാക്കി 2 വിദ്യാഭ്യാസവും കൂടി സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ ദക്ഷിണ കേരളക്കാരനായ ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്തെ കാഞ്ഞിപ്പുഴ പ്രദേശവാസിയായ മർഹൂം അബൂബക്കർ സാഹിബിനെ വെറുതെ അതേ സ്കീമും സിലബസും ഉണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ മുൻഗാമികളായ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ചു. അവരത് അംഗീകരിച്ചു, നടപ്പിലാക്കാൻ തീരുമാനിച്ചു. നടപ്പിലാക്കി തുടങ്ങി. കോഴിക്കോട് മീൻചന്തയിൽ നടന്ന ഒരു യോഗത്തിൽ
അബൂബക്കർ സാഹിബ് അതിൽ ക്ഷണിതാവായി എത്തി. ഞങ്ങളുടെ ഇരിക്കൊച്ചിയില് കുറെ പള്ളിപ്പുരകളുണ്ട്. പള്ളിപ്പുര എന്നല്ല, മലബാറിന്റെ ഭാഷ പറഞ്ഞ ഓത്തുപുരകളുണ്ട്. അവിടെയും കൂടി ഈ സിലബസ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞപ്പോ അന്നത്തെ നിഷ്കളങ്കരായ സംശുദ്ധരായ മഹാന്മാരായ ഉസ്താദന്മാർ പറഞ്ഞത്, ആലിമീങ്ങൾ ബനി ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ്. ബനി ഇസ്രായേലിലെ പ്രവാചകന്മാർ കാലികമായ നിയമങ്ങൾ നൽകപ്പെട്ടുകൊണ്ടും പ്രാദേശികമായിട്ടുമാണ് നിയോഗിക്കപ്പെട്ടത്. അല്ലുലമ വർഷത്തുൽ അംബിയാ, നമ്മളൊക്കെ അവരുടെ പിൻഗാമികളാണ്. അതുകൊണ്ട് തെക്കൻ കേരളത്തിലെ ആലിമീങ്ങൾ സംഘടിക്കട്ടെ, അവരെ സംഘടിപ്പിച്ച് അവർ നടപ്പിലാക്കട്ടെ. അങ്ങനെ അദ്ദേഹം തെക്കോട്ട് വണ്ടി കയറി. തുടങ്ങിയുള്ള പ്രമുഖന്മാരെയൊക്കെ കണ്ട് അങ്ങനെ ജന്യത്തിനുമ അന്നുണ്ട് വിദ്യാഭ്യാസ ബോർഡിന് രൂപം നൽകി. അദ്ദേഹം അതിന്റെ ജനറൽ പ്രത്യക്ഷമായി. അങ്ങനെയാണ് നമ്മുടെ ബോർഡിന്റെ തുടക്കം. ആദ്യം ഇതിന്റെ ഈ ഡിപ്പോ കാഞ്ഞപ്പുഴ അബൂബക്കർ പ്രസാദിന്റെ ജ്യേഷ്ഠൻ ഇബ്രാഹിം സിയാർ ഉണ്ടായിരുന്നു കോയിക്കൽ. അദ്ദേഹത്തിന്റെ ജവളിക്കട ഉണ്ടായിരുന്നു ആ ജംഗ്ഷനിൽ തന്നെ. അവിടെ ഒരു അലമാരയായിരുന്നു. പിന്നെ അലവിക്കുഞ്ഞു മൗലവി ഉസ്താദ് ചെയർമാനായി വന്നപ്പോ ആ ഡിപ്പോ കണ്ണൂരിലെ ഒരു കടമുറിയിലേക്ക് മാറി. വൈ അബ്ദുൽ ലത്തീഫ് മൗലവി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് എന്തോ അസൗകര്യം കാരണത്താൽ കടയ്ക്കൽ ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയി വന്നപ്പോ 71 ആ ഡിപ്പോ ജോനോപ്പുറത്തേക്ക് വന്നു. ഇന്ന് വിപുലമാണ്. ഇന്ന് 2 കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു. അന്നൊക്കെ നമുക്ക് പാഠപുസ്തകങ്ങളൊക്കെ എഴുതിയിട്ട് അങ്ങ് തിരൂരങ്ങാടി ആമന പ്രസ് കൊണ്ടുപോകണമായിരുന്നു അടിച്ചു വരാൻ. അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇത്തോ പ്രസ് നമുക്ക് തന്നെയുണ്ട്. വലിയ പ്രസ് ഉണ്ട്, അവിടെ അടിക്കുന്നത് മറ്റുള്ളവർക്ക് വരച്ചു കൊടുക്കുന്നു. ഓരോ സമയത്തും പാഠപുസ്തകങ്ങൾക്ക് മാറ്റം വരുന്നു. കാലഘട്ടത്തിന്റെ ഏറ്റമനുസരിച്ച്, കുളമ്പടി അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നു. എല്ലാ രംഗത്തും പുതിയ പുതിയ പാഠപുസ്തകങ്ങൾ. ഇപ്പോൾ തന്നെ ഈ വർഷവും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഈ മാറ്റങ്ങൾ വരാൻ പോകുന്നു അടുത്ത വർഷം. അങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ ഈ പറയുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന് കോട്ടം വരാത്ത വിധത്തിൽ, എന്നാൽ ദീനിനെ നല്ല ഈ പറയുന്ന ഖുർആൻ, അതോടൊപ്പം ഹദീസ്, ഫിഖ്, തസവ്വുഫ്, അഖീദ, ലുഗത്ത് തുടങ്ങിയുള്ള താരീഖ്, സീറ തുടങ്ങിയുള്ള എല്ലാ വിഷയങ്ങളിലും കുട്ടികൾക്ക് നല്ല അവഗാഹവും അവബോധവും ഉണ്ടാക്കാൻ പറ്റുന്ന ലളിതമായ സിലബസ്, ലളിതമായ ഭാഷയിൽ. അപ്പോൾ സ്വാഭാവികമായി ഈ മാറ്റം അനുസരിച്ച് കുട്ടികളിലേക്ക് ഇതൊന്ന് പ്രതിഫലിപ്പിക്കാൻ ഉസ്താദന്മാർക്ക് പ്രാഗൽഭ്യം നൽകേണ്ടതുണ്ട്. അത് കാലഘട്ടത്തിന്റെ മാറ്റമനുസരിച്ച് ദക്ഷിണ അതിലേക്കും കണ്ണോടിച്ചു. അങ്ങനെയാണ് തെക്കൻ കേരളത്തിൽ നിന്ന് 120 പണ്ഡിതന്മാരെ തെരഞ്ഞെടുത്തു. വളരെ പ്രഗത്ഭരായ, അവരെ നന്നായിട്ട് കോച്ച് ചെയ്യാൻ പറ്റുന്ന പ്രഗത്ഭരായ ആളുകളെ അതിന്റെ എല്ലാ ചെലവും നടത്തി അവരെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നു. കേരളത്തിന്റെ ഒന്നിലധികം ഭാഗങ്ങളിൽ നിന്നും അവർ താമസിപ്പിച്ചു, പഠിപ്പിച്ചു. ആ 120 നിന്ന് 100 പേര് തെരഞ്ഞെടുത്തു. 100-ൽ നിന്ന് 75 പേര് തെരഞ്ഞെടുത്തു. 75-ൽ നിന്ന് 54 പേരെ സ്ക്രീൻ ചെയ്തെടുത്തു. ആ 54 പേരാണ് ഇന്ന് ഈ 58 മേഖലകളിലുള്ള ഉസ്താദന്മാർക്ക് ക്ലാസ് എടുക്കുന്നത്. അതിന്റെ ലെവൽ ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ പലതും ഉണ്ട്. അതിലൊരു ലെവൽ ഫസ്റ്റ് 1 ആദ്യഘട്ടം 25 മണിക്കൂർ 5 ദിവസങ്ങളിലായി 5 കേന്ദ്രങ്ങളിലായി ആ 25 മണിക്കൂർ പൂർത്തീകരിച്ചവർക്കാണ് ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആ യോഗമായി. അത് നേരത്തെ ബഹുമാനപ്പെട്ട ജനാർദ്ദൻ സ്ഥാനം പറഞ്ഞപ്പോ 100-ലധികം ആളുകൾ തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ അവരിങ്ങനെ പൊഴിഞ്ഞു എന്തായാലും 80 പേര് ഈ 25 മണിക്കൂറും പഠിച്ച് പ്രാപ്തരായി, പ്രഗത്ഭരായി അവരിന്ന് അതിന്റെ അംഗീകാര സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയാണ്. ഈ യോഗത്തിന്റെ പ്രസക്തി, ഇതിന്റെ പ്രമാദത്വം അത് ഞാൻ സൂചിപ്പിച്ചു. ഇതൊക്കെ ഇനിയും മാറ്റങ്ങൾ വരാം. എത്രയേറാക്കാം, എത്രയുല്ലസ്മാൻ. ഇനിയും കാലഘട്ടത്തിന്റെ മാറ്റമനുസരിച്ച് നമുക്ക് നമ്മുടെ വ്യവസ്ഥിതികൾക്ക്, അടിസ്ഥാന പ്രമാണങ്ങൾക്ക് മാറ്റമില്ലാതെ, സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് മാറ്റമില്ലാതെ നമ്മുടെ വ്യവസ്ഥിതികൾക്ക് വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം.
കാലഘട്ടം മാറിയില്ലേ? ശ്രീരാമൻ അദ്ദേഹം സാങ്കല്പിക പുരുഷനായിരുന്നു, അല്ലെങ്കിൽ ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് എന്നൊക്കെ അഭിപ്രായം. പക്ഷെ അദ്ദേഹത്തെ യഥാർത്ഥ ദൈവമാക്കി 500 വർഷം സുജൂദ് ചെയ്ത അല്ലാഹു അക്ബറിന്റെ ശബ്ദം കൊണ്ട് മുഖരിതമായ ബാബരി മസ്ജിദ് തകർത്തു. രാഷ്ട്രീയ താല്പര്യമാണ്. അത് തകർത്തിട്ട് അവിടെ അമ്പലം പണി, വലിയ അമ്പലം. ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചു. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഉദ്ഘാടനം ചെയ്തു. സന്യാസിമാരാരുമെല്ലാം മോദി തന്നെ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഇന്ന് എന്താ എന്റെ സ്ഥിതി? ഈ ശ്രീരാമനെ വിറ്റ് കാശ് വാങ്ങിച്ചിരിക്കുന്നു. അതിന്റെ വിവാദമാണെന്ന് ഇന്ത്യയിൽ കൊടികുത്തി വാങ്ങി. 500 വർഷം പഴക്കമുള്ള ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ രാമക്ഷേത്രം പണിഞ്ഞു. ആ രാമക്ഷേത്രത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ സമ്പത്തൊക്കെ കൊള്ളയടിച്ചു. ശ്രീരാമനെ വിറ്റു. പാർലമെന്റിലെ ഒരു ശബ്ദം. ഞാന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഒരു സർവമത സമ്മേളനത്തിൽ സംബന്ധിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു യഥാർത്ഥ ഹിന്ദുവിന് ഈ രാമക്ഷേത്രത്തിൽ കയറി പൂജ നടത്താൻ പറ്റുമോ? 4 വിധത്തിലുള്ള വധങ്ങളിൽ നിന്ന്, കൈകൊണ്ടുള്ള വധം, നാവ് കൊണ്ടുള്ള വധം, കണ്ണുകൊണ്ടുള്ള വധം, മനസ്സുകൊണ്ടുള്ള വധം, ഈ 4 വധങ്ങളിൽ നിന്ന് മുക്തമാകുന്നവന്, ഒഴിഞ്ഞു നിൽക്കുന്നവന് മാത്രമാണ് ഒരു ഹിന്ദു എന്ന് ഉദ്ഘോഷിക്കുന്ന ഭഗവത്ഗീതയുടെ അനുയായികൾക്ക് 500 വർഷം പഴക്കമുള്ള ബാബരി മസ്ജിദ് തകർത്തിട്ട് അത് വ്യാജമായ കാരണങ്ങൾ പറഞ്ഞു, രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണിച്ചു, അവിടെ ക്ഷേത്രം പറഞ്ഞിട്ട് ആ ക്ഷേത്രത്തിൽ മനസാക്ഷിയുള്ള ഒരു ഹിന്ദുവിന് അവിടെ പൂജ നടത്താൻ കഴിയുമോ? അവന്റെ മനസാക്ഷി അവനെ അനുവദിക്കുമോ? ഞാൻ ചോദിച്ചതാണ്. അതിനകത്ത് മരിക്കേണ്ട കാര്യമില്ല. ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണും, ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. എന്തോ ആയിക്കോട്ടെ, നമുക്ക് പറയാനുള്ളത് പറയണം. കരുമത്തു ഹത്തിൻ ഇന്ത്യ സുൽത്താൻ ജാഗ്രത. ഏത് അക്രമിയായ ഭരണാധികാരിയായിരുന്നാലും അവന്റെ മുമ്പിൽ യാഥാർത്ഥ്യം വെട്ടിത്തുറക്കണം. അതാണ് ജിഹാദ്, യഥാർത്ഥമായ ജിഹാദ്. പക്ഷേ എനിക്ക് ഇന്ന് പത്രം വായിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞ പുലർന്നുകൊണ്ട് വരുന്നല്ലോ. ശ്രീരാമനെ വിറ്റു, ശ്രീരാമ വിഗ്രഹങ്ങൾ വിറ്റു. ഒരു വിഗ്രഹം കടത്തി വെച്ചതിന്റെ പ്രത്യാഘാതമായത് ഇന്ന് അതിന്റെ ഒരു വിവാദം നടക്കുന്നു. യോഗി ആദിത്യനാഥ് അയാൾ എന്തെല്ലാം പറഞ്ഞാലും അടുത്ത UP തെരഞ്ഞെടുപ്പിൽ അയാളുടെ അഡ്രസ് കാണത്തില്ല എന്നുള്ള കാര്യം എന്താ നിങ്ങൾ തക്കവർ വിളിക്കാത്ത? യോഗി ആദിത്യനാഥിന്റെ അഡ്രസ് അടുത്ത UP തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധ്യതയില്ല. അതിനുവേണ്ടി ഈ മോഷണവും ഈ അക്രമങ്ങളും ഒക്കെ നടക്കുന്നു. കാലഘട്ടമാണ്. ഇപ്പൊ നമുക്കും എന്താ കാര്യങ്ങൾ? ഓരോ ദിവസവും അസംഖ്യം കുഞ്ഞുങ്ങൾ ജനിച്ചു വരിക. പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ല ജനിക്കുന്നത്. ചൈനയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ല ജനിക്കുന്നത്. ഇന്ത്യയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ BJP-ക്കാരായിട്ടല്ല ജനിക്കുന്നത്, RSSകാരായിട്ടല്ല ജനിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരായിട്ടോ കോൺഗ്രസ്സുകാരായിട്ടോ ലീഗുകാരായിട്ടോ അല്ല ജനിക്കുന്നത്. പിന്നെ ലോകത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒരു തത്വത്തിലാണ് ജനിച്ചു വരുന്നത്. അതെന്താ? ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തത്വം. കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം. ലോകത്ത് ജനിച്ചു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങളും ഇസ്ലാമിക സംസ്കാരത്തിന്റെ പ്രയോക്താക്കളായിട്ടാണ് ജനിച്ചു വീഴുന്നത്. പിന്നെ സാഹചര്യമാണ് അവർ തിരിക്കുന്നത്. മാതാപിതാക്കൾ അവരെ ജൂതന്മാരാക്കുന്നു, ക്രിസ്ത്യാനിയാക്കുന്നു, മജൂസിയാക്കുന്നു, കമ്മ്യൂണിസ്റ്റാനാക്കുന്നു, മോർസാൻ, ഇങ്ങനെ പോകുന്നു. പക്ഷെ നമ്മുടെ സ്ഥിതി എന്താ? നമ്മുടെ ജോലി എന്താ? ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഉസ്താദന്മാരുടെയും അമീർ വക്കീൽ ഉൾപ്പെടെയുള്ള ഉമറാക്കളുടെയൊക്കെ ബാധ്യത എന്താ? കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം. ഈ കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഒരു കുഞ്ഞും മുള്ളായിട്ടല്ല ജനിച്ചു വീഴുന്നത്, സംസ്കാരത്തിന്റെ പുഷ്പങ്ങളായിട്ടാണ് ജനിച്ചു വീഴുന്നത്. ആ കുഞ്ഞുങ്ങളെയൊക്കെ സംസ്കാരത്തിന്റെ പുഷ്പങ്ങളാക്കി വളർത്തിയെടുക്കുക, സംസ്കരിച്ചെടുക്കുക, അതാണ് നമ്മുടെ ബാധ്യത.
അതാണ് ആലിമ്യങ്ങളുടെ ബാധ്യത. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കണം, പഠിച്ചു പഠിപ്പിക്കണം. അതും ഈ പറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങളും ലോകത്ത് ജനിച്ചു വീഴുന്നത് സംസ്കാരത്തിന്റെ പുഷ്പങ്ങളായിട്ടാണ്. അവരെ മുള്ളുകളായിട്ടല്ല, അവരെ ആ പുഷ്പങ്ങളായി സംസ്കാര സമ്പന്നരായി അതിന്റെ നായകരായി വളർത്തിയെടുക്കാൻ അതിന്റെ ബാധ്യത ഈ സമുദായത്തിലെ ഉലമാക്കൾക്കും ഉമറാക്കൾക്കുമാണ്. ഉലമാക്കളും ഉമറാക്കളും നന്നായാൽ സമുദായം നന്നായി. അവർ ഫസാദായി പോയാൽ സമുദായം ഫസാദായി പോയി. ഉലമാക്കൾ നന്നായാൽ സമുദായം നന്നായി. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അൽ ഉലമാ ഉലമാക്കൾ ഈ സമുദായത്തിന്റെ ഉപ്പാണ്. കൈഫ ഇലാ ഫസ്റത്തിൽ ബൽ, ഉപ്പ് ജീർണിച്ചു പോയാൽ എന്ത് ചെയ്യും? ഏത് വസ്തു ജീർണിച്ചാലും ഉപ്പ് കൊണ്ട് അതിനെ സംസ്കരിക്കാം. ഉപ്പ് ജീർണിച്ചു പോയാൽ എന്ത് ചെയ്യും? അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. ഇന്നിപ്പോ സ്വാഭാവികമായി സാധാരണ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചർച്ചാ വിഷയമാണ് ആലിമ്യങ്ങളുടെയിലുള്ള അഭിപ്രായ വ്യത്യാസം. എന്തിനാണിത്? ഇന്നലെ കരുനാഗപ്പള്ളി മേഖലയുടെ അതിർത്തിയിൽ ഒരു മദ്രസ, ആ മദ്രസയുടെ സിലബസ് മാറ്റാനുള്ള ഒരു തീരുമാനം. അത് പുൽപ്പന്തിയിൽ വന്നപ്പോ അവിടെ വലിയ ബഹളമായി. ഏതാണ്ട് ആ യോഗം 5 മണി വരെ നിലനിന്നു, ജുമാ കഴിഞ്ഞിട്ട്. എന്തിനാ ഇത്? അപ്പൊ അന്ന് അവിടെ പറഞ്ഞത്, ഇവിടെ 70 വർഷമായിട്ട് അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷമായിട്ട് ഈ മാർച്ച് നടക്കുന്നു. ഇത്രയും കാലം ഇവിടെ പഠിച്ചവരൊക്കെ വഴി പഠിച്ചു പോയെന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇനി അവരെ നന്നാക്കാനാണോ മലബാറിൽ ഒരു സിലബസ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്? അവിടെ വിലപ്പോകത്തില്ല എന്നുള്ള അവസാനം പറയാൻ. ഞാൻ അവിടുത്തെ ഉസ്താദന്മാരെ മുഅല്ലിമീങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരും ആ ചിന്തയിൽ തന്നെ നിന്നു. അതുപോലെ വേറൊരു സ്ഥലത്ത് അഞ്ചരക്കണ്ടി ഹസൈനാർ മുസ്ലിയാർ പൂർത്തി ശേഖന്മാരുടെ കുടുംബമാണ്. കരുനാഗപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അലി ഹസൻ ശേഖ് റളിയല്ലാഹുവിന്റെ കുടുംബമാണ്. അഞ്ചരക്കണ്ടി ഹസൈനാർ മുസ്ലിയാരുടെ മകൻ, ഇളയ മകൻ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ നീണ്ടകാലം കരുനാഗപ്പള്ളിയിലെ വിദ്യാർത്ഥിയായിരുന്നു. ഉസ്താദിന്റെ അവിടെ ഒരു ജമാഅത്തുൽ ഖത്തീബ്, ആ മാർസ ദക്ഷിണയുടെ മാർസയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം നമ്മുടെ തെക്കൻ കേരളത്തിലെ ഒരു മുസ്ലിയാര് അവിടെ ചുമതലയേറ്റു. വേറെ ഞാൻ പറയുന്നില്ല, അദ്ദേഹം സമസ്യയിലേക്ക് കൊണ്ടുപോയി. വേറൊരു മുസ്ലിയാര് പിന്നെ വന്നു, അദ്ദേഹം സുന്നി ബോർഡിലേക്ക് കൊണ്ടുപോയി. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തേ അതിനെ ചെറുക്കാത്തത്, അതിനെ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു ഭാഷ നമ്മൾ പറയുന്നില്ല. സ്വാഭാവികമായി നമ്മളതിന് വേണോ? എന്നാ പിന്നെ മലബാറിലെ ഈ പരസ്പരമുള്ള ഈ തർക്കവും വിഷയങ്ങളും കണ്ടിട്ട് മലബാറിലെ ധാരാളം ആളുകൾ നമ്മളോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ ആ ദക്ഷിണയുടെ സിലബസ് ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്ന മറുപടി. ഇവിടെ തന്നെ ആവശ്യമുള്ള വഴക്കും തർക്കമുണ്ട്, ഞങ്ങളും കൂടെ അതിനകത്ത് ഒന്ന് പെടണോ എന്ന് പറഞ്ഞിട്ട് മാറുക. കാരണം ഇതൊക്കെ ഒരു ഫിത്നയാണ്. വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്നവരെടുത്ത് മറ്റൊന്നിനെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി മത്സരിക്കുന്നത് കൊലപാതകത്തെക്കാൾ രൂക്ഷമാണ്. അത് ചെയ്യാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഡിഗ്രി എടുക്കുന്ന ഉസ്താദന്മാർ, അതുപോലെ ഇവിടെ പങ്കെടുത്തവർ, ഇവിടുത്തെ മുഅല്ലിമീങ്ങൾ, അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഈ 80 പേരും നിസ്സരതെടുക്കുന്നത്. അമീർ വക്കീൽ ഇരിക്കുന്ന ഉൾപ്പെടെയുള്ള ഉമറാക്കൾ ഇരിക്കുന്ന വേദിയിൽ ഞാൻ അഭിമാനപൂർവ്വം ഈ മുഅല്ലിമീങ്ങളെ കുറിച്ച് പറയുന്നു. അവർ ദക്ഷിണയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ആർക്കെങ്കിലും മനമാറ്റം ഉണ്ടെങ്കിൽ അവർ തിരുത്തണം എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. കാരണം ദക്ഷിണ കേരള ജന്യത്തിലുമ അത്ര പവിത്രമാണ്. ജീവിതത്തിൽ ഒരു ഖിറാഅത്ത് പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത മഹാന്മാരായിരുന്നു ദക്ഷിണയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സി.എച്ച്. ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ തുടങ്ങിയുള്ള അവരൊക്കെ നമ്മുടെ മുൻഗാമികളാണ്. സുന്നത്തി ജമാഅത്തിന്റെ പടപാടുകളായിരുന്നു. അവരുടെ ഈ സേവനം കൊണ്ട് ധന്യമായ ഒരു മേഖലയാണ് ചവറ മേഖല. അലിയാരിഞ്ഞുമൊരു ഇസ്ലാമിന്റെ സേവനം കൊണ്ട് ധന്യമായ മേഖലയാണ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പലരുടെയും സേവനം കൊണ്ട് ധന്യമായ മേഖലയാണ്. അപ്പൊ നിങ്ങൾ അതിന് തങ്ങളെത്തി. എല്ലാവരും സാധന്മാർ ഇരിക്കും. ഒരേ ഹൃദയത്തിന്റെ വികാരത്തോടെ നമ്മൾ ദക്ഷിണക്കാരാണ്. നമ്മുടെ നിലപാട് ദക്ഷിണയാണ്.
വേറൊന്നും മുതബിതമല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചായേണ്ടവരല്ല. നമ്മൾ ഒരേ സ്റ്റേനിൽ ഒരേ സ്റ്റെപ്പിൽ നിൽക്കേണ്ടവരാണ്. നമ്മുടെ ഏറ്റവും അടിസ്ഥാന സംഘടന ദക്ഷിണയാണ്. ആ ദക്ഷിണയുടെ സിലബസിൽ പഠിപ്പിക്കുന്നവരാണ് നമ്മൾ അതിൽ വളർന്നവരാണ്. വിശേഷണങ്ങളും ഒക്കെ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതമായ തലങ്ങളിൽ, ഭൗതികമായ തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ മുതൽ ഇങ്ങേയറ്റത്ത് മുനിസിപ്പാലിറ്റി തൊഴിലാളികളടക്കം, അതുപോലെ തന്നെ സെക്ഷൻ മേഖലകളിൽ നിൽക്കുന്ന ആളുകൾ അടക്കമുള്ളവർക്ക് സംഘടനകളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്രകാരം തന്നെ ഭൗതികമായ സാഹചര്യത്തിൽ മുഅല്ലിമീങ്ങൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ജംഇയ്യത്തുൽ ഉലമകളും ആ ജംഇയ്യത്തുൽ ഉലമകളുടെ കീഴിൽ ഒരുപാട് കീഴ്ഘടകങ്ങളും ഒക്കെയുണ്ട്. ഇവിടെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും അതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ നേടുന്നവർ, അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഉപജീവനം നടത്തുന്നവർ, അല്ലെങ്കിൽ സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അതൊന്നും മതിയാവാതെ പണിമുടക്കിൽ ഏർപ്പെടുകയും സെക്രട്ടേറിയറ്റ് മാർച്ചും കളക്ടറേറ്റ് മാർച്ചും അടക്കം പ്രക്ഷോഭങ്ങൾ നടത്തുകയും കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ട് അധ്യാപകർ പണിമുടക്കിൽ ഏർപ്പെടുകയും ധാരാളം രോഗികളെ മരണത്തിന്റെ കൈപ്പിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഡോക്ടർമാരടക്കമുള്ള ആളുകൾ പണിമുടക്കിൽ ഏർപ്പെടുകയും ഒരുപാട് വ്യവസായശാലകളിൽ ചികിത്സ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സേവനം ചെയ്യുമ്പോഴും അതൊന്നും മതിയാകാതെ വ്യവസായശാലകളെ ഉപരോധിക്കുകയും ചെയ്യുന്ന തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്തുന്ന എല്ലാ സംഘടനകളും, ഹാൻഡിക്യാപ്ഡുകളായിട്ടുള്ള ആളുകൾ പോലും തെരുവോരങ്ങളിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന കാലത്ത് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയോ ശമ്പള വർധനവിന് വേണ്ടിയോ മറ്റേതെങ്കിലും പരിഗണനകൾക്ക് വേണ്ടിയോ ഇന്നേ വരെ പണിമുടക്കിൽ ഏർപ്പെടാത്ത ഒരേ ഒരു വിഭാഗം, ഒരു പ്രസ്ഥാനം, അത് പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളുടെ ദീനീ സേവന രംഗത്ത് സേവനം ചെയ്യുന്ന ആലിമീങ്ങളുടെ പ്രസ്ഥാനമാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു മാതൃകയാണ്. ജുമാ മുടക്കിക്കൊണ്ട് ഏതെങ്കിലും ഖത്തീബ് ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു ഖത്തീബും ജുമാ മുടക്കിയിട്ടില്ല. ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ മദ്രസ മുടക്കിയിട്ടായിട്ട് നമുക്ക് അറിവില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും, ഇത്രമേൽ സംഘടനകളും സംവിധാനങ്ങളും ഉണ്ടാകുമ്പോഴും ഒരരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വിഭാഗമായി ഈ വിഭാഗം മാറിപ്പോകുന്നു എന്നതും പ്രധാനമാണ്. ഇവിടെ ചവറ മേഖലയിലെ 37 മദ്രസകൾ, 15ഓളം ജമാഅത്തുകൾ, 25 ജുമാ മസ്ജിദുകൾ, തയ്യാവുകളിൽ ജുമാ തുടങ്ങിയത് ഉൾപ്പെടെ 25 ജുമാ മസ്ജിദുകൾ മേഖലയിലുണ്ട്. ഇവിടുത്തെ എല്ലാ മുഴുവൻ ഭാരവാഹികളെയും നമ്മൾ ഔദ്യോഗികമായി ഈ പ്രോഗ്രാം അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ആതിഥേയത്വം അരുളിയ കന്നേറ്റി മുസ്ലിം ജമാഅത്തിന്റെ പ്രതിനിധികളല്ലാതെ മറ്റേതെങ്കിലും പ്രതിനിധികൾ എത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കണ്ണോടിച്ചാൽ മതി. ഇതാരുടെ ആവശ്യമാണ്? ഇവിടെ മദ്രസയുടെ നിലവാരം പോകുന്നു, കുട്ടികളുടെ പഠനം പോകുന്നു, റാങ്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അധ്യാപകർ ശരിയാവുന്നില്ല എന്നൊക്കെ 10,000-കണക്കിന് പരാതി പറയുന്ന മാനേജ്മെന്റ് പ്രതിനിധികൾ അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൃത്യമായി പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് ആത്മപരിശോധന നടത്തണമെന്ന് അവരോട് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ കേൾക്കാൻ ആളില്ല. ഇവിടെ ഈ മുഅല്ലിമീങ്ങൾ നമുക്കറിയാം, സത്യത്തിൽ ഒരുപാട് ജമാഅത്തുൽ ഉലമകൾ ഇവിടെ ഉണ്ട്, അതിന്റെ കീഴ് ഘടകങ്ങളുണ്ട്. പക്ഷേ ഒരു മഹല്ലിൽ, ഒരു മദ്രസയിൽ, ഒരു മേഖലയിൽ ഒരു മുഅല്ലിമിനൊരു വിഷയം വന്നാൽ ആധികാരികമായി അതിനെക്കുറിച്ച് പഠിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുവാനോ തയ്യാറാകുന്ന ഒരു സംവിധാനവും നമുക്കുള്ളതായി ഇന്ന് വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കുറെ പോസ്റ്റർ ഒട്ടിക്കാനും, ഫ്ലെക്സ് ബോർഡ് കെട്ടാനും, നോട്ടീസ് കെട്ടാനും, പണം പിരിക്കാനും, പരിപാടി നടത്താനും മാത്രമുള്ള ഒരു വിഭാഗമാണോ യഥാർത്ഥത്തിൽ മുഅല്ലിമീങ്ങൾ? ഈ മുഅല്ലിമീങ്ങളെ സംരക്ഷിക്കേണ്ടത് ആരാണ്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് തന്നെയാണ്, ഈ അവഗണന കൊണ്ട് തന്നെയാണ് തദ്രീസിന് മലക്കയുള്ള ആളുകൾ, മുദരിസുകളായിരിക്കാൻ കഴിവുള്ള ആളുകൾ, മുദരിസുകളായി ഇരുന്നവർ വിദേശ രാജ്യങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ അവർ ജോലി ചെയ്യുകയാണ്, ഹൈപ്പർ മാർക്കറ്റുകളിൽ ജോലി ചെയ്യുകയാണ്. സൗദി അറേബ്യ അടക്കമുള്ള അസീസിയ മാർക്കറ്റ് അടക്കമുള്ള മാർക്കറ്റുകളിൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്ന മുദരിസുകളെ എനിക്കറിയാം.
ആപ്പിളുകൾ ആപ്പിൾ കച്ചവടം നടത്തുകയാണ്. നമ്മുടെ തെരുവോരങ്ങളിൽ പലപ്പോഴും ആപ്പിളുമായി വരുന്ന, പച്ചക്കറികളുമായി വരുന്ന, ആപ്പയിൽ വരുന്ന പല ആളുകളും ആപ്പിളുകളാണ്. എന്തുണ്ടെന്ന് ചോദിച്ചാൽ കൂടൊഴിഞ്ഞു പോവുകയാണ്. അവർ കൂടൊഴിഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ട്? സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അവഗണന. ഈ മഹത്വമൊക്കെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ദീനും നൽകുമ്പോഴും അവർ പിടിച്ചു നിർത്താനും സംരക്ഷിക്കാനും നിലനിർത്തും. ഇന്ന് മുഅല്ലിമീങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് പോക്സോ എന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സോഷ്യൽ ഒഫൻസസ് ആക്ട്. പോക്സോ പറഞ്ഞാൽ അത് പോക്സോ എന്നാ പറയുന്നത്. പോക്സോ അല്ല, പോക്സോ ആണ്. ഈ പോക്സോ ഇന്ന് ഒരു സർപ്പത്തെ പോലെ മുഅല്ലിമീങ്ങളുടെ മുകളിൽ മാത്രം പണം വിടർത്തിയാടുകയാണ്. ഇനി ഏതെങ്കിലും മുഅല്ലിമീങ്ങൾക്ക് മാത്രം ഉണ്ടാക്കിയ നിയമമാണോ? 5% ക്രിമികടിയുള്ളവരുണ്ടാകാം, 5% കുഴപ്പക്കാരുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ലേ. പോക്സോ അല്ല, അതിനപ്പുറത്തെ ഏതെങ്കിലും ചുമത്തി അകത്തിടാൻ പറ്റുമെങ്കിൽ അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് അത് കിട്ടണം. പക്ഷേ 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ഇന്ത്യൻ ഭരണഘടനയിലെ സുന്ദരമായ ആത്മവാക്യത്തെ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ നമ്മൾ ഈ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തകളിൽ അധികവും അത് ശൂന്യതയാണ്. ഒന്നുമില്ലേ, ഒരു കാര്യമില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ഒരു കാര്യം ഉണ്ടാവില്ല. ഒന്നുകിൽ മാനേജ്മെന്റ് പ്രതിനിധികൾക്കിടയിലുള്ള ഈഗോകൾ, ഭരണക്കാരും പ്രതിപക്ഷക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, രക്ഷകർത്താക്കൾക്ക് മുസ്ലിയാരോടുള്ള വ്യക്തിവൈരാഗ്യങ്ങൾ, ഇതിനെല്ലാം അവസാന ആയുധമായി ഇതെടുത്ത് ഉപയോഗിക്കുന്ന, ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ആര് രംഗത്ത് വന്നു? ഏത് ജംഇയ്യത്തുൽ ഉലമ രംഗത്ത് വന്നു? ഞാൻ ആരെയും വിമർശിക്കുകയല്ലേ. ഇവിടെ മദ്രസാധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നു എന്ന് ഔദ്യോഗികമായ തലങ്ങളിൽ നിന്ന് പ്രസ്താവന ഉണ്ടായപ്പോ അത് തീർത്തും തെറ്റിദ്ധാരണപരമായിട്ടുള്ള പ്രസ്താവനയാണ്. അങ്ങനെ ഒരു ആനുകൂല്യവും ഈ മദ്രസാ രംഗത്ത് നിൽക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് ആധികാരികമായി ഒരു പ്രസ്താവന നടത്തിയതായി ആരെങ്കിലും നടത്തിയതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ചിലപ്പോൾ അത് ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കുന്നു. ആലോചിച്ച് നോക്കൂ. ആധികാരികമായി പറയാൻ കഴിയില്ലേ? മൗനം ദീക്ഷിച്ചാൽ എന്താ എന്റെ അർത്ഥം? ഇങ്ങനെ ആനുകൂല്യങ്ങൾ നമ്മൾ വാങ്ങുന്നു എന്നാണ്. ഒരു ആനുകൂല്യം നമ്മൾ സർക്കാർ തലങ്ങളിൽ വാങ്ങുന്നില്ലേ? ഒരു ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് പൈസ അടയ്ക്കുന്ന ആളുകൾ ഒരു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആനുകൂല്യം കിട്ടാൻ എന്തെല്ലാം നടപടിക്രമങ്ങളും നൂലാമാലകളുമാണ്. നമ്മുടെ മേഖലയിലെ പല മുഅല്ലിമീങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇടപെട്ടിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം. ഭയങ്കര എങ്ങനെയെങ്കിലും തരാതിരിക്കാനാണ് അവർ നോക്കുക. നമ്മൾ വർഷാവർഷം 1200 രൂപ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവിയിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അഅലം. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞത് ഈ മുഅല്ലിമീങ്ങളെ ഈ മേഖലയിൽ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ചവറ മേഖലയെ സംബന്ധിച്ചിടത്തോളം മുഅല്ലിമീങ്ങൾക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അവർക്ക് ആനുകൂല്യങ്ങൾ എത്ര മാക്സിമം ആനുകൂല്യം കൊടുക്കാൻ കഴിയുമോ, ഏതെല്ലാം നിലയിൽ അവരെ സംരക്ഷിക്കാൻ കഴിയുമോ, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമോ, അതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ തൊഴിൽ ഉസ്താദ് ഒരു വാക്യം പറഞ്ഞു, തഗയ്യുറുൽ അഹ്ലാമു ബിതഗയ്യുറിൽ അസ്മാൻ എന്നാണ്. അങ്ങനെയാ പറഞ്ഞത്. കാലം മാറുന്നതനുസരിച്ച് നിയമങ്ങളിലൊക്കെ മാറ്റം വരും. പക്ഷെ മാറ്റമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇല്ലാതെ പോയി ഇരുത്തിക്കൊണ്ട് പറയണമെന്നാണ് വിചാരിച്ചത്. കാലാനുസൃതമായ സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെ മുൻഗാമികളായിട്ടുള്ള നമ്മുടെ മേഖലയിലെ പ്രവർത്തകരും ഉസ്താദുമാരും ഗുരുതുല്യരായ ആളുകളും ഇവിടെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. പക്ഷേ കാലാനുസൃതമായ അപ്ഡേഷൻസ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നു. ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നു, സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നു, ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. പഴയ നടന്ന കാര്യം തന്നെയാണ്, പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ കാലാനുസൃതമായ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി ജനകീയമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഒരു ദിവസം 3 ആയത്ത് അല്ലെങ്കിൽ 4 ആയത്ത് ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെ തന്നെയാണോ പഠിപ്പിക്കുന്നത് എങ്കിൽ ആ ടെസ്റ്റ് തയ്യാറാക്കപ്പെട്ട ലക്ഷ്യത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അതിന് സാധിക്കാതെ വരുന്നുവെങ്കിൽ ആ വർക്ക്ഷോപ്പ് പൂർണ്ണമായും നിങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ആ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത നിങ്ങളുടെ കയ്യിലെ നോട്ടുകൾ കൊണ്ടോ? ഞങ്ങളന്ന് പറഞ്ഞിരുന്നു ഈ നോട്ടുകൾ നിങ്ങളുടേതായി ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. എത്ര അധ്യാപക സുഹൃത്തുക്കൾക്ക് പറയാൻ കഴിയും ആ നോട്ട് ഡെവലപ്പ് ചെയ്യാൻ?
ഏകദേശം 220 പേജിനപ്പുറം ആ നോട്ട് ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു സ്പൈറൽ ബുക്കായിട്ട് അത് മാറ്റാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യമായ ഒരു നിധിയായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു നോളജാണ്, ഒരു വർക്ക്ഷോപ്പാണ് അതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സർട്ടിഫിക്കറ്റ് വാങ്ങാനും പരീക്ഷ ജയിക്കാൻ എളുപ്പമാണ്. പക്ഷേ ആ പരീക്ഷയിൽ നിങ്ങളെ കൊണ്ടുപോയ വർക്ക്ഷോപ്പിനകത്തുള്ള മൂല്യങ്ങളെ അധ്യാപന മേഖലയിൽ കണക്ട് ചെയ്ത് ഒരു തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതാണ് വിജയം. അവിടെയാണ് വിജയം. അവിടെയാണ് നേരത്തെ പ്രസന്റ് സൂചിപ്പിച്ചതുപോലെ മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥിയെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. നിങ്ങളുടെ ക്ലാസ് റൂമിൽ പഠിക്കുന്ന എത്ര വിദ്യാർത്ഥികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഞാൻ പഠിപ്പിക്കേണ്ടത് ഇന്ന രൂപത്തിലാണ് എന്ന് എത്ര കുട്ടികളെ പറ്റി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അത് തിരിച്ചറിയാനുള്ള വളരെ ബൃഹത്തായ ഒരു വർക്ക്ഷോപ്പായിരുന്നു രണ്ടാമത്തെ വർക്ക്ഷോപ്പ്. ഇനി നമ്മുടെ ബേസിക് ലെവൽ 2-ൽ ഇങ്ങനെയുള്ള കുട്ടികളെ പറ്റി തിരിച്ചറിയാൻ പറ്റുന്ന വലിയൊരു ബൃഹത്തായ ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ടോ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ, അവർ ഹൈടെക് യുഗത്തിൽ വലിയ ഉയർന്ന സംവിധാനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർ മദ്രസയിലെ വളരെ കുറഞ്ഞ സമയം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ വളരെ കുറഞ്ഞ സമയം എങ്ങനെ എഫിഷ്യന്റ് ആയ ടീച്ചിങ് നടത്താം എന്ന് 2 തിയറികൾ വെച്ച് നിങ്ങൾ വർക്ക്ഷോപ്പ് നൽകി. 2 തിയറികൾ വെച്ച് വർക്ക്ഷോപ്പ് നൽകി. 18ഉം 20 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ട് ഒരു ക്ലാസ് സമർത്ഥമായിട്ട് അവതരിപ്പിക്കാനും അതിന്റെ നോട്ട് കൈമാറാനും പറ്റുന്ന മെത്തേഡ് നിങ്ങൾക്ക് നൽകി. എത്ര അധ്യാപകർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? വെറും 15 മിനിറ്റ് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ് റൂമിന്റെ ഒരു കണ്ടന്റും നഷ്ടപ്പെടാതെ ലെസൺ പ്ലാനിങ്ങോടുകൂടി പഠിപ്പിക്കാൻ പറ്റുന്ന മെത്തേഡ് നിങ്ങൾക്ക് നൽകിയിരുന്നു വർക്ക്ഷോപ്പിൽ. എത്ര അധ്യാപകർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? നമ്മളൊന്ന് ചിന്തിക്കും. ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന ഒരു അധ്യാപകരായിട്ട് കടന്നു വരണമെന്നും കുടുംബനാഥനായിട്ടോ അതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ റോളുകളിൽ ക്ലാസ്സിൽ കടന്നു വരാൻ പാടില്ല എന്നും ഒരു മുഅല്ലിമിന്റെ റോളിലായിരിക്കണം കടന്നു വരേണ്ടതെന്നും അങ്ങനെ മുഅല്ലിമിന്റെ റോളിൽ കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 7 കാര്യങ്ങളുണ്ടെന്നും ആ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തെ ഹാപ്പി ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എത്ര അധ്യാപകർ കഴിഞ്ഞിട്ടുണ്ട്? ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കുന്ന, നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു വറക്ക, ഈ ഒരു ഷഹാദ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ആ ഷഹാദയുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ടുള്ള ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ജനതയെ വാർത്തെടുക്കാൻ കഴിയൂ. കൊല്ലം മേഖലയുടെ കൺവക്കേഷൻ സമയത്ത് ഒരു മഹല്ലിന്റെ പ്രതിനിധി പറഞ്ഞു പോയൊരു സംഭവം ഓർക്കുകയാണ്. അബ്ദുസ്സലാം ഇസ്മാഹി എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഇവിടെ ഉണ്ട്, കൊല്ലം മേഖലയായിരുന്നു. ആ ഉസ്താദ് തന്റെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി, മെഡിക്കയായ ഒരു കുട്ടി തുടർച്ചയായി ആബ്സെന്റ് ആയപ്പോൾ ആ കുട്ടിയുടെ വീട്ടിലേക്ക് തിരക്കിപ്പോയി. ഞാൻ ആ പ്രസിഡന്റിനോട് പറഞ്ഞു, ആ കുട്ടി എനിക്കത് കാണണം, ആ കുട്ടി നാട്ടിൽ വരുമ്പോൾ എനിക്കത് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഉസ്താദ് അവിടെ ചെല്ലുമ്പോ താർപ്പാള കൊണ്ട് മറച്ച അസൗകര്യങ്ങളുടെ നടുവിൽ കഴിയുന്ന ഒരു കുട്ടിയെ കാണുന്നുണ്ട്. സുഖമില്ലാത്ത ഉമ്മ, സുഖമില്ലാത്ത സഹോദരങ്ങൾ. ആ ഉമ്മയുടെയും മറ്റുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ആ കുട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും തുടർച്ചയായിട്ട് മദ്രസയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും നമ്മുടെ സുഖ സൗകര്യങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുന്നവരായി മാറരുത്. വളരെ തുച്ഛമായ ശമ്പളം മേടിക്കുന്ന ആ പ്രിയ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും ഒരു വിഹിതമെടുത്ത് അദ്ദേഹം തന്നെ കടയിൽ പോയി സിമന്റ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. അതിനകത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ജമാഅത്ത് പ്രസിഡന്റ് അറിയിച്ചു. ആ കുട്ടി വീണ്ടും മദ്രസയിൽ വരാൻ തുടങ്ങി. അന്ന് 6ലോ 7ലോ പഠിക്കുന്ന കുട്ടിയാണ്. ഇന്ന് ആ കുട്ടിയുടെ അറിയോ? അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ആ കുട്ടി ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അലിഗഡ് യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് പഠിക്കുന്നത് മാത്രമല്ല, ആ ഡിഗ്രിക്ക് പഠിക്കുന്ന ആ കുട്ടിയുടെ 1 വർഷത്തെ ചിലവ് 1,20,000 രൂപ മഹൽ ഏറ്റെടുത്തു. ആ അലിഗഡിന്റെ പരിസരത്തുള്ള പഠനത്തോട് താല്പര്യമില്ലാത്ത കുട്ടികളെ ഈ കുട്ടിയും അവരുടെ കൂട്ടുകാരികളും ചേർന്നുകൊണ്ട് പഠനത്തിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്നു. ആരാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്? നിങ്ങളെ പോലെ തലപ്പാവ്, എന്നെയും നിങ്ങളെയും പോലെ തലപ്പാവ് ധരിച്ച, ശുഭവസ്ത്രങ്ങൾ ധരിച്ച ഒരു മദ്രസ അധ്യാപകന്റെ ശ്രദ്ധയിൽ, ഒരു മദ്രസ അധ്യാപകന്റെ അതീവ താല്പര്യത്തിലാണ് ആ ഒരു മോൾ ഇന്ന് അലിഗഡ് യൂണിവേഴ്സിറ്റി നിൽക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ നീട്ടുന്നില്ല.
നിങ്ങൾക്കറിയോ കേരളത്തിൽ 120ഓളം വരുന്ന ധാർമ്മിക ബോധമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ ആദരിച്ചൊരു മഹലുണ്ട്. ആ മഹലിന്റെ പരിസരത്തുള്ളവർ ആ ആദരവ് ഒരു മുഖ്യ പ്രഭാഷണം നടത്താൻ പോയ എന്റെ സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം, ഈ 120ഓളം ധാർമ്മിക ബോധമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ എങ്ങനെ വാർത്തെടുത്തു. ഞാൻ പറയുന്ന പക്ഷേ ധാർമ്മിക ബോധമുള്ള, നമസ്കാരം മുടക്കാത്ത, മഹലിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന, സക്കാത്ത് മുടക്കാത്ത, ഏതെല്ലാം ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ടോ സംസ്കാരങ്ങളുണ്ടോ അതെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കുന്ന 120ഓളം പേര് പ്രഗത്ഭർ. അവരെ ആദരിക്കുന്ന ഒരു സദസ്സിലെ മുഖ്യ പ്രഭാഷകൻ എന്റെ സുഹൃത്താണ്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ആ പ്രഭാഷണത്തിൽ പറഞ്ഞതാണ്, അവിടെ എന്നോ കടന്നു വന്നൊരു പണ്ഡിതൻ, നിങ്ങളെപ്പോലെ മിഹ്റാബ് ചലിപ്പിച്ചൊരു ഒരു പണ്ഡിതൻ, മിമ്പർ ചലിപ്പിച്ചൊരു ഒരു പണ്ഡിതൻ ആദ്യത്തെ തന്റെ മിഹ്റാബിലെ പ്രസംഗത്തിൽ, തന്റെ മിമ്പറിലെ പ്രസംഗത്തിൽ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളൂ. അതിൽ 2 കാര്യങ്ങൾ, എനിക്ക് മൂന്ന് ലക്ഷ്യങ്ങളാണുള്ളത്, 3 ദൗത്യങ്ങളാണുള്ളത്. അതിൽ 2 കാര്യങ്ങൾക്ക് ഈ മിഹ്റാബും ഈ പള്ളിയുടെ ഉള്ളിൽ മാത്രം മതി. മൂന്നാമത് എനിക്ക് പള്ളിയുടെ വെളിയിൽ സൗകര്യങ്ങൾ വേണം. ഒന്നാമത് പറഞ്ഞു നിങ്ങളുടെ ആദർശം അഹ്ലുസുന്നയിൽ അടിയുറപ്പിച്ചു നിർത്തുക, എനിക്ക് മിഹ്റാബ് ധാരാളം. രണ്ടാമത് പറഞ്ഞു നിങ്ങളുടെ കർമ്മോത്സുകരാക്കി മാറ്റുക, മിഹ്റാബ് ധാരാളം. മൂന്നാമത് പറഞ്ഞു വിദ്യാസമ്പന്നരായ ഒരു ജനതയെ എനിക്ക് വാർത്തെടുക്കണം, പള്ളിയുടെ മിഹ്റാബ് പോരാ, എനിക്ക് പള്ളിയുടെ വെളിയിൽ നിങ്ങളിലേക്ക് സംവദിക്കാനും നിങ്ങൾ ഒരാളായി വർക്ക് ചെയ്യാൻ എനിക്ക് കഴിയണമെന്ന് പറഞ്ഞു. പരിപാലന സമിതിയിൽ വേണ്ടപ്പെട്ടവരുടെ അവസരങ്ങൾ ഒരുക്കി കൊടുത്തു. ഏകദേശം 10-15 കൊല്ലം ആ പണ്ഡിത വ്യക്തി, ആ മഹാപണ്ഡിതൻ അവിടെ സേവനം ചെയ്തു. 120ഓളം വരുന്ന ആലിമ്യങ്ങളെ, 120ഓളം വരുന്ന പ്രതിഭകളെ ആദരിക്കാൻ അവസരം കിട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എനിക്കും നിങ്ങൾക്കും പറഞ്ഞ് കണ്ടില്ലെന്ന് നടിക്കാം, ക്ലാസ്സിലെ പല കുട്ടികളുടെയും പല മുഖങ്ങളും കണ്ടില്ലെന്ന് നടിക്കാം. പക്ഷേ നാം കാണാതെ പോകുന്ന പല കുട്ടികളെയും നാം കാണാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ അവർ നാളെ സമൂഹത്തിലെ പ്രതിഭകളായി മാറിയേക്കും. ക്ലാസ്സിൽ എത്തി ആ പെർഫോമൻസ് കൃത്യമായി വിജയിപ്പിക്കണമെങ്കിൽ അതിന് 3 സ്റ്റെപ്പുകൾ ഉണ്ടെന്നും ആ 3 സ്റ്റെപ്പുകൾ അദ്ദേഹത്തിന്റെ സ്വകാര്യ ഇടങ്ങളിലാണ് നടക്കേണ്ടതെന്നും നമ്മുടെ 2ാമത്തെ വർക്ക്ഷോപ്പിൽ ഏകദേശം 1 മണിക്കൂറോളം സമയമെടുത്ത് അതിനെ പ്രതിപാദിക്കുന്നുണ്ട്. ഞാനാണ് വർക്ക്ഷോപ്പ് നടത്തിയത്. ഈ ഇരിക്കുന്ന ഇന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന 80 അധ്യാപക സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾ അമാനത്തായും ഉത്തരവാദിത്വമായും ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന അധ്യാപന മേഖലയിൽ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഏതെല്ലാം ക്ലാസുകളിൽ ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്? ആ 3 സ്റ്റെപ്പുകൾ ഓർമ്മയുണ്ടോ? പ്ലാൻ, പ്രിപ്പയർ, പ്രാക്ടീസ്. പ്ലാൻ ചെയ്യാതെ, പ്രിപ്പയർ ചെയ്യാതെ, പ്രാക്ടീസ് ചെയ്യാതെ, സ്വന്തമായി ടെസ്റ്റ് ഇല്ലാതെ, അതുപോലെ തന്നെ പഠിപ്പിക്കേണ്ടെന്ന പ്ലാൻ തയ്യാറാക്കി, ലെസൺ പ്ലാൻ തയ്യാറാക്കാതെ ഒരു ക്ലാസ്സിലേക്ക് എത്തരുതെന്ന് നമ്മൾ ആ വർക്ക്ഷോപ്പിൽ പറയുകയും അതിന്റെ റൂട്ടുകൾ വ്യക്തമാക്കുകയും ആക്ടിവിറ്റികൾ നൽകുകയും ചെയ്തു. അതിന് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ബോധ്യപ്പെടുകയുണ്ടായി. ആ മാറ്റം ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയും വിദ്യാഭ്യാസ ബോർഡ് ലജ്നത്തുൽ മുഅല്ലിമീനും ഇതിനുവേണ്ടി എടുത്ത ആ ത്യാഗവും, ഇതിനുവേണ്ടി സഹിച്ച ത്യാഗവും, ഇതിനുവേണ്ടി ചെലവഴിച്ച സമയങ്ങളും, നിങ്ങളുടെ മേഖല ഇതിനുവേണ്ടി ചെലവഴിച്ച സമയങ്ങളും ത്യാഗങ്ങളും, നിങ്ങളുടെ ആയുസ്സിനെ ഇതിനുവേണ്ടി നൽകിയ വിലപ്പെട്ട സമയവും വളരെ പ്രയോജനപ്രദമായിരിക്കും. നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ച് ചിന്തിക്കണം. ഇന്ന് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നാളുകളിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭാഗത്തു നിന്നും MSR നമ്പർ പോലെ അതേ പ്രാധാന്യത്തിൽ ഒരൽപ്പം പോലും കുറവില്ലാതെ മഖ്സദ് സർട്ടിഫിക്കറ്റ് നമ്പർ ചേർക്കേണ്ടി വരുന്നൊരു സ്റ്റേജുണ്ട്. അവിടെ എഴുതാനുള്ള ഒരു നമ്പറിന് വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിൽ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തതെങ്കിൽ അത് മാറ്റമല്ല, തീരുന്നില്ല. നമ്മുടെ DKJയുടെ വെബ്സൈറ്റ് വഴി വിദ്യാഭ്യാസ ബോർഡ് അതത് മേഖലകളിലെ മാനേജ്മെന്റുമായിട്ട് ഇൻഡിവിജ്വലായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്.
മാനേജ്മെന്റിന് തുറന്ന് നിങ്ങളുടെ മദ്രസ അധ്യാപനത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഫോട്ടോസുകളായും വീഡിയോസുകളായും റിപ്പോർട്ടുകളായും നൽകാനുള്ള അവസരങ്ങളുണ്ട്. തഫ്തീഷുകൾ, ഒരു മുഫത്തിഷ് മദ്രസയിൽ എത്തുന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ ആ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെബ്സൈറ്റിൽ വരുന്നുണ്ട്. അദ്ദേഹം നൽകുന്ന റിപ്പോർട്ടുകൾ വെബ്സൈറ്റിൽ വരുന്നുണ്ട്. സ്വതറിന്റെ റിപ്പോർട്ടുകൾ, മാനേജ്മെന്റ് റിപ്പോർട്ടുകൾ. ഇങ്ങനെയുള്ള പുതിയ കാലഘട്ടത്തിൽ അധ്യാപനത്തെ ജീവനുള്ളതാക്കി മാറ്റാൻ ആവശ്യമാകുന്ന പ്രക്രിയയും പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസത്തോട് നടത്തി വരികയാണ്. അതിൽ കാലികമായ ഒരു മാറ്റം നിങ്ങൾക്ക് ആവശ്യമാകുന്നത് കൊണ്ടാണ് ആ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ നൽകപ്പെട്ടത്. മാറ്റമാണ് നമുക്ക് വേണ്ടത്. ആ മാറ്റത്തിലൂടെ മാത്രമേ നമുക്കൊരു ജനതയെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ എത്ര കൊല്ലം സേവനം ചെയ്യുന്നു എന്നതിനപ്പുറം സേവനം ചെയ്ത കൊല്ലങ്ങൾ എത്രയാണെങ്കിലും നമ്മളത് എങ്ങനെ ചെയ്തു എന്നതാണ് പ്രസക്തം. നിങ്ങൾ ആഴമേറിയ ചിന്തകൾ നടത്തണം. വേഷപ്രച്ഛന്ന മത്സരം നടക്കുന്ന ഒരു സ്റ്റേജിൽ വേഷപ്രച്ഛന്ന മത്സരത്തിൽ ഒരുപാട് അവാർഡുകൾ വാങ്ങിയ ഒരു ജേതാവ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പശുവിന്റെ രൂപത്തിലേക്ക് മാറുകയാണ്. ഇതുപോലെ സദസ്സിൽ കാഴ്ചക്കാരായ ഒരുപാട് പേരുണ്ടായിരുന്നു. കസേരയിലിരുന്ന് ആ സ്റ്റേജിലെ വേഷം മാറി വേഷപ്രച്ഛന്നം നടത്തി പശുവിന്റെ രൂപത്തിലേക്ക് മാറിക്കുന്ന ആ വ്യക്തിയെ, ആ മനുഷ്യൻ പശുവായി മാറി നിൽക്കുന്ന ആ സന്ദർഭത്തെ വിലയിരുത്തിക്കൊണ്ട് എല്ലാവരും കൈയടിച്ചു. പക്ഷെ ഇതുപോലെ ഒന്നാമത്തെ കസേരയിലിരിക്കുന്ന ഒരു മെടുക്കനായ കുട്ടി കൈയടിക്കുന്നുമില്ല, ചിരിക്കുന്നുമില്ല, പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇതിനപ്പുറം നല്ല നിലയിൽ വേഷപ്രച്ഛന്ന പരിപാടി നടത്താൻ ഒരാൾക്ക് കഴിയില്ല, അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. കൈയടിക്കുകയും ചിരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. സദസ്സന്തം വിട്ടുപോയി. എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന 99% ആൾക്കാരും ആ വേഷപ്രച്ഛന്ന പരിപാടി വിജയകരമായി കണ്ടപ്പോ ഒരാൾ മാത്രം അതിന് വിജയകരമായി കണ്ടില്ല. അത് കഴിഞ്ഞ് മിനിറ്റുകൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അത് വിജയകരമായി കണ്ടത്. അവസാനം ആ കുട്ടിയോട് വിശദീകരണം ചോദിച്ചപ്പോൾ ആ കുട്ടി സ്റ്റേജിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ വേഷപ്രച്ഛന്ന പ്രോഗ്രാം നടന്നുകൊണ്ട് വീട്ടിട്ടുണ്ടായി. പശുവിന്റെ എല്ലാ സ്വഭാവങ്ങളും ആ വ്യക്തിയിൽ ഞാൻ കണ്ടു. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടില്ല. പശുവിന്റെ ബോഡിയിലേക്ക് ചെറിയ കല്ലോ അതുപോലുള്ള സാധനങ്ങളോ എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ ആ എറി കൊള്ളുന്ന ഭാഗം, ടച്ച് ചെയ്യുന്ന ഭാഗം മാത്രം ആ ചർമ്മം കൊണ്ട് ചലിപ്പിക്കും. അത് മാത്രം അദ്ദേഹം കാണിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കല്ലെടുത്തെറിഞ്ഞപ്പോ അതൊന്ന് ടച്ച് ചെയ്തപ്പോ ആ ഭാഗം മാത്രം അദ്ദേഹം ചലിപ്പിച്ചു. ഞാൻ ഉറപ്പിച്ചു, ഇതാണ് ഏറ്റവും നല്ല വേഷപ്രച്ഛന്ന മത്സരം, അതാണ് മാറ്റം. ഇങ്ങനെ 100% നമുക്ക് മാറ്റം ഉണ്ടാകാനാണ് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അറിവ് വർദ്ധിപ്പിക്കാനല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഒന്നും തന്നെ അറിവ് വർദ്ധിപ്പിക്കുന്ന പ്രോഗ്രാമുകളല്ല. കാരണം നിങ്ങളെല്ലാവരും അറിവുള്ളവരാണ്. നിങ്ങളെല്ലാവരും ധാരാളം കിതാബുകൾ ഓതി പഠിച്ചവരാണ്. ദറസ് നടത്തുന്നവരും അതുപോലെ ജുമാ പ്രഭാഷണം നടത്തുന്നവരും മദ്രസകൾ നടത്തുന്ന അറബി ഗ്രന്ഥങ്ങൾ മുത്താല ചെയ്യുന്നവരുമാണ്. നിങ്ങൾക്ക് മുമ്പിൽ അറിവ് വിളമ്പേണ്ട ആവശ്യമില്ല. പക്ഷെ അറിവിനേക്കാൾ പ്രാധാന്യമുള്ള സ്കിൽ, നിങ്ങളുടെ ശേഷികൾ, ആ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുന്ന വർക്ക്ഷോപ്പുകളാണ് ട്രെയിനിങ് വർക്ക്ഷോപ്പുകൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഇബാറത്തുകളിലെ തെറ്റുകളേക്കാൾ, തെറ്റ് വന്നു പോയാൽ തിരുത്തണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഹദീസിന്റെ അർത്ഥം, ആയത്തിന്റെ അർത്ഥം, ആ കണ്ടന്റിന്റെ അർത്ഥം, ഇതിനപ്പുറത്തേക്ക് അത് എങ്ങനെ പഠിപ്പിക്കണമെന്നാണ് നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്ലാസ് റൂമിലേക്ക് എത്തുന്ന അധ്യാപകന്റെ പെർഫോമൻസ് ആയി മാറണമെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? KGയുടെ ടെസ്റ്റ് 2025-26 അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് ലഭിച്ചു.
നിങ്ങൾക്ക് KG ടീച്ചിങ് മെത്തഡോളജി എന്ന 5 മണിക്കൂറത്തെ വർക്ക്ഷോപ്പും വിത്ത് താർഫും നിങ്ങൾക്ക് കിട്ടി. 4 മണിക്കൂറത്തെ താറും. അങ്ങനെ 9 മണിക്കൂർ KGയുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക്ഷോപ്പ് കിട്ടിയവരാണ് നിങ്ങൾ. ആ KG അങ്ങനെ തന്നെയാണോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടായി, കുട്ടികൾക്ക് മാറ്റമുണ്ടാകും. നേരെ മറിച്ച് ഞാൻ കഴിഞ്ഞ നാൾ വരെ ചെയ്തു വന്നത് എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെങ്കിൽ നിങ്ങൾ മാറിയ കാലഘട്ടത്തിലെ തലമുറയെ പഠിപ്പിക്കാൻ വേണ്ടി ശാസ്ത്രീയമായി തയ്യാറാക്കിയ ഒരു ടെസ്റ്റ് പഠിപ്പിക്കാനുള്ള യോഗ്യതയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ആരും സംഖ്യക്കിടയില്ലാതെ പറയാൻ കഴിയും. ആ ടെസ്റ്റ് പഠിപ്പിക്കാനുള്ള തിയറി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഓർമ്മയുണ്ടോ? KG പഠിപ്പിക്കാൻ ഒരു തിയറി ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തയ്യാറാക്കിയ ഒരു മോഡലാണത്. ഓർമ്മയുണ്ടോ? ആ KGയുടെ ടെസ്റ്റ് പഠിപ്പിക്കേണ്ടതിന് മെത്തേഡുണ്ട്. LSRW. അങ്ങനെയാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ അധ്യാപനം കൃത്യമാണ്. 1ാം ക്ലാസ്സിലേക്ക് എന്റെ തുടർച്ച വന്നു. ആ 1ാം ക്ലാസ്സിലെ തുടർച്ച KGയുടെ തുടർച്ച എങ്ങനെ പഠിപ്പിക്കണം? അതിൽ അധ്യാപകന്റെ റോൾ എന്താണ്? KGയിലെ ടെസ്റ്റും 1ാം ക്ലാസ്സിലെ ടെസ്റ്റിന്റെ പേരുകൾ തമ്മിലുള്ള വ്യത്യാസം, ആ പേരുകൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് പഠിപ്പിക്കേണ്ട രീതികൾ, ഇതും നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, വർക്ക്ഷോപ്പ് ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണോ അധ്യാപക സുഹൃത്തുക്കളെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ചിന്തിക്കണം. ഈ വേളയിൽ നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാഹ് റിസൾട്ട് പ്രതീക്ഷിക്കാം. 2ാം ക്ലാസ്സിലെ തൈസീറുൽ ഖുർആൻ നിങ്ങളുടെ അധ്യാപന മേഖലയിൽ നിങ്ങൾ പഠിപ്പിച്ചു പോയ ഒരു ടെസ്റ്റിൽ പോലും ആക്ടിവിറ്റി കൊണ്ട് തുടങ്ങുന്ന ഒരു ടെസ്റ്റ് കണ്ടിട്ടില്ല. ആക്ടിവിറ്റി കൊണ്ട് തുടങ്ങുന്ന ഒരേ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ, തൈസീറുൽ ഖുർആൻ. എന്തുകൊണ്ട് ആക്ടിവിറ്റി കൊണ്ട് ആ ടെസ്റ്റ് തുടങ്ങുന്നു? നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ കിട്ടി. അതുപോലെ തന്നെ 4ാമത്തെ 5 മണിക്കൂർ നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ കിട്ടി. PDBS എന്ന തിയറി അനുസരിച്ചാണ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെയാണോ പഠിപ്പിക്കുന്നത് നിങ്ങൾ? 2ാം ക്ലാസ്സിലെ തൈസീറുൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ആദ്യത്തെ 1 മാസം 1 ദിവസം 1 ആയത്താണ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? 2ാമത്തെ മാസം 1 ദിവസം 2 ആയത്താണ് പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തനം മികച്ചത് ഇനിയും ഏറെ മികച്ചതാകും എന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആഖിറത്തിലേക്ക് സന്തോഷപൂർവ്വം കടന്നു ചെല്ലുവാനുള്ള ഒരു അവസരം കൂടിയാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സനദ് നമ്മൾ എത്ര നാൾ ഇവിടെ സമീർ മൗലവി വിശദീകരിച്ചു. നമ്മുടെ ന്യൂസ് പേപ്പറുകൾ ദിവസേന വരുന്നുണ്ട്, അത് മടക്കി നമ്മൾ കശത്ത് വയ്ക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് സനദുകൾ നമ്മുടെ വീടുകളിലൊക്കെ തൂങ്ങിയിട്ടുണ്ട്. ഈ സനദുകൾ ഏത് വാങ്ങിച്ചാലും അതെല്ലാം ഒരു സാക്ഷ്യപത്രമാണ്. അതിന്റെ ജീവിത ചുറ്റുപാടുണ്ടാകേണ്ടത് അത് നേടിയെടുത്ത മുഅല്ലിമീങ്ങളിലാണ്, അല്ലെങ്കിൽ അത് വാങ്ങിയെടുത്ത സഹോദരങ്ങളിലാണ് എന്ന ആ കർമ്മബോധ പദ്ധതിയും അറിവും നമ്മിൽ എപ്പോഴും ഉണ്ടായിത്തീരുകയും ഏത് ജമാഅത്തിൽ ജോലി ചെയ്താലും അവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിൽ കൃത്യമായ രീതിയിൽ സേവനം ചെയ്ത് അള്ളാഹുവിന്റെ റിളായും അള്ളാഹുവിന്റെ തൃപ്തിയും കരസ്ഥമാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ ഉസ്താദുമാർക്കും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതാക്കന്മാരായി മുഅല്ലിമീങ്ങളായി പ്രവർത്തിക്കുന്ന മുഴുവൻ മുഅല്ലിമീങ്ങൾക്കും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്നദ്ധ ദാനത്തിലേക്ക് കടക്കുകയാണ്. സന്നദ്ധദാനം നാം ദുആ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് 5 നേരത്തെ നമസ്കാരത്തിന്റെ പുറകിലും ഒക്കെ ദുആ ചെയ്യുന്ന ഒരു ദുആയാണല്ലോ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് കേട്ട് അതിന്റെ ആ മഹത്വവും അതിനകത്ത് അന്തർലീനമായിരിക്കുന്നതിന്റെ മാസ്മരികതയും ഒക്കെ തന്നെ ചോർന്നു പോയിട്ടുണ്ടോ എന്ന ഒരു നേരിയ സംശയം. പക്ഷേ അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അങ്ങ് ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഒരു ഹാജി കഅബ തവാഫ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ റുക്നുൽ യമാനി മുതൽ അങ്ങ് ഹജറുൽ അസ്വദിന്റെ മൂല വരെ ആ തെക്കേ ഭാഗത്ത് നടക്കുമ്പോഴും ദുആ ചെയ്യാൻ പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചവനെ ഞങ്ങൾക്ക് ദുനിയാവിലും നീ ഹസനത്ത് നൽകണം, ആഖിറത്തിലും ഹസനത്ത് നൽകണമെന്നാണ്. ആഖിറത്തിന്റെ ഹസനത്ത് എല്ലാവർക്കും അറിയാതെ അള്ളാഹുവിന്റെ സ്വർഗവും
പൊരുത്തമൊക്കെയാണ് അതിലൂടെ നാം നേടുന്നത്. എന്താണ് ദുനിയാവിന്റെ ഹസനത്ത്? അതിനെ സംബന്ധിച്ച് പ്രമുഖരായ വ്യാഖ്യാതാക്കൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖമായ വ്യാഖ്യാനത്തിൽ പെടുന്നുണ്ട് ഈ ദുനിയാവിന്റെ ഹസനത്ത് എന്ന് പറയുന്നത് ഇൽമും ഇബാദത്തുമാണ്. ഇൽമും ഇബാദത്തുമാണ്. ഇത് രണ്ടും കരഗതമാക്കിയിട്ടുള്ള ഒരാൾക്ക് ദുനിയാവിന്റെ മറ്റു കാര്യങ്ങൾ അയാളിലേക്ക് സ്വയം ചെന്നു ചേരുന്നതാണ് എന്ന് നമുക്ക് കണ്ടെത്താനാവും. ആ തരത്തിൽ ദുനിയാവിന്റെ ഹസനത്തിലെ പ്രമുഖമായ ഹസനത്ത് ഈ ഇൽമും ഇബാദത്തും അതാണല്ലോ ഇവിടെ നിലനിൽക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ മുഅല്ലിമീങ്ങളുടെ ഈ സേവനങ്ങളും പരിശ്രമങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദരവായ നിബിധങ്ങള് ബദറിന്റെ തലേന്ന് രാത്രിയിൽ ദുആ ചെയ്യുമ്പോൾ കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് ദുആ ചെയ്തതും, അല്ലാഹുവേ ഈ കൊച്ചു സംഘം ഇവിടെ പരാജയപ്പെട്ടു പോയാൽ നാളെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഈ ഭൂമുഖത്ത് ആളുണ്ടാകില്ല, ഈ ഭൂമുഖത്ത് ആളുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്. ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയല്ല, ഉണർത്തലാണ്. അപ്പോഴാ ഇബാദത്ത് നിലനിൽക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബം പണിത് അത് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പണിത് പൂർത്തീകരിച്ചുകൊണ്ട് ദുആ ചെയ്തത് റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക وذريتنا أمة مسلمة ومن ذريتنا أمة مسلمة لك. അല്ലാഹുവേ നീ എൻ്റെ മകൻ ഇസ്മായിലിനെയും രണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളാക്കണം. പോരാ, ഈ ഉമ്മത്തിന് സന്താന പരമ്പരയിൽ നിന്നുള്ള ഉമ്മത്തിനെയും യഥാർത്ഥ മുസ്ലിങ്ങളാക്കണം എന്ന് ദുആ ചെയ്ത ആ ദുആഇന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ തലേന്ന് ദുആ ചെയ്ത ദുആഇന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഈ ഭൂമുഖത്ത് ഇൽമും ഇബാദത്തും നിലനിൽക്കണം. ഇതില്ല എങ്കിൽ ലോകത്തിന്റെ നിലനിൽപ്പ് തകരാറിലാവുകയാണ്. അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും തീർച്ചയായും. പക്ഷെ ഒരു കാര്യത്തിൽ ഒരല്പം തെറ്റുപറ്റിയോ എന്ന് ഇതിന്റെ സംഘാടകർക്ക് തോന്നുന്നു. ചവറ മേഖലയിൽ 15 ജമാഅത്തുകൾ ഉണ്ട്. അവരുടെ ഇവിടെയുള്ള പങ്കാളിത്തം കുറഞ്ഞുപോയി എന്ന് എനിക്കും തോന്നി. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വേദനകളും നൊമ്പരങ്ങളും അവരും മനസ്സിലാക്കാൻ ഒരവസരമായി ഇത് കാണുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു ചെറിയ നിർദ്ദേശം, ഇനി ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഉസ്താദന്മാരുടെ വിവരങ്ങൾ തീർച്ചയായും ഈ 15 ജമാഅത്തുകളിലും എത്തിക്കണം. കാരണം നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ആ പള്ളികളിൽ ഉണ്ടാകുന്ന അവസരങ്ങളിൽ ആദ്യം മുൻഗണന നൽകാൻ അവർക്ക് അതൊരു ഉപകാരമാവും എന്നാണ് എൻ്റെ വലിയ നിർദ്ദേശം. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, മദ്രസ വിദ്യാഭ്യാസത്തിൽ ആനുകാലികമായ കാലഘട്ടത്തിന്റെ മാറ്റം അത്യന്താപേക്ഷിതമാണ്. എന്തിനു പറയുന്നു, ഒരു പുതിയ വെല്ലുവിളി നിങ്ങൾ നേരിടുന്നുണ്ട്. മറ്റൊന്നുമല്ല, മദ്രസ ക്ലാസുകൾ ഓൺലൈനിൽ കൂടെ നടത്തുന്ന ഒരു സിറ്റുവേഷൻ കടന്നു വരുന്നുണ്ട്. ഒരിക്കലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഒരു മാതാവ് തന്റെ കുഞ്ഞിനെ ഓൺലൈനിൽ കൂടെ എങ്ങനെ സ്നേഹിക്കുവോ അതുപോലെ ഇരിക്കും ഓൺലൈൻ ക്ലാസ്. തീർച്ചയായും നിങ്ങളുടെ ശാസനയും നിങ്ങളുടെ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും അവരെ അവരാക്കാനും ഇന്നത്തെ കാലഘട്ടത്തിന് ഒരു മുസൽമാൻ, ഞാനൊരു നിയമബിരുദധാരിയാണ്, പക്ഷേ ഞാൻ എങ്ങനെ ഇസ്ലാമികമായി ജീവിക്കണം, എന്റെ കുട്ടികളും ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഞാൻ കൂടുതൽ ഊന്നൽ കൊടുത്തവനാണ്. പക്ഷെ എനിക്ക് സത്യത്തെ പറച്ചവനെ എന്നെക്കാൾ ദീനി അറിവുള്ള 2 മക്കളെയാണ് അള്ളാഹു താല എനിക്ക് തന്നത്. അങ്ങനെ നമ്മുടെ കുട്ടികള് അതുകൊണ്ട് തീർച്ചയായിട്ടും ദീനി വിദ്യാഭ്യാസം ഇല്ലാത്തവന്റെ കുടുംബം ഭദ്രമല്ല. ഇനിയുള്ള കാലഘട്ടത്തിൽ അതിന് ഓൺലൈൻ ക്ലാസുകളല്ല, മദ്രസ ക്ലാസുകളിൽ നിർബന്ധമായും പങ്കെടുക്കുവാൻ ഇടയാക്കണം. അവരുടെ സമയം ക്രമം ശരിയാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ സ്വാഭാവികമായും
കുട്ടികളെ മദ്രസയിൽ എത്തിക്കുന്നതിന് വ്യത്യാസമുണ്ട്. അതിന് തീർച്ചയായിട്ടും ജമാഅത്തുകൾ ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മദ്രസ ക്ലാസുകളുടെ പഠനം ഒന്ന് മാറ്റിവെച്ച് ആ ജമാഅത്തിന്റെ 4 മൂലയ്ക്കും 4 തലഭാഗത്തായി കുട്ടികൾക്ക് വരത്തക്ക വിധത്തിലും പോകത്തക്ക വിധത്തിലും സമയം ക്രമപ്പെടുത്തണം എന്നാണ് എനിക്കുള്ള എന്റെ ഒരു ചെറിയ നിർദ്ദേശം. ഇനി അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇനി അല്ലാഹു തആല എനിക്ക് ഇത്തരത്തിൽ വേദിയിൽ അവസരം കിട്ടുമ്പോഴും ഞാൻ തീർച്ചയായിട്ടും അത് പരിഗണിക്കും. തീർച്ചയായും അധ്യക്ഷന്റെ പ്രസംഗം എന്നെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ മരിക്കുന്നിടം വരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു കാര്യം മാത്രം ഉപദേശിക്കാം. 40 കൊല്ലം പ്രാക്ടീസ് ഉള്ള ഒരു അഭിഭാഷകനാണ് ഞാൻ. ദിവസവും ഇപ്പോഴും കോടതിയിൽ പോകുന്ന ഒരു അഭിഭാഷകനാണ് ഞാൻ. നോട്ടീസിൽ മാത്രം പേര് വരാനുള്ള അഭിഭാഷകനല്ല. ഒരു കാര്യം എന്നെ കൊണ്ട് ഈ എളിയവന് ചെയ്യാനൊക്കുന്ന, ഈ ദാസന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനൊക്കുന്ന ഒരു ഉപകാരം. ഇപ്പോഴത്തെ കാലത്ത് നിയമപരമായ ഒരുപാട് ചെലവുകളുള്ള കാലമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരത്തിലൊരു ആവശ്യം വന്നാൽ ഒരു 2 പൈസയുടെ വെള്ളപ്പേപ്പറിന്റെ പോലെ ചെലവില്ലാതെ നിങ്ങൾക്ക് എന്റെ നിയമോപദേശം ലഭിക്കും ഒന്ന് മാത്രം ഉറപ്പുവരുത്തും. നിങ്ങൾക്ക് അല്ലാഹു തആല എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എന്റെ ജമാഅത്ത് പരിപാലന സമിതി ഒറ്റക്കെട്ടാണ്. എന്നും മദ്രസയുടെ കാര്യങ്ങളിൽ എപ്പോഴും അവർ മുൻപന്തിയിലാണ്. അവരാണ് എന്നെക്കാൾ, ഞാൻ വളരെ എളിയവനാണ്, അവരാണ് ഇക്കാര്യത്തിൽ ഇത്രയും വൃത്തിയാക്കിയത്. അതിന്റെ വിജയം കിട്ടിയത് എനിക്കാണ്. അൽഹംദുലില്ലാഹ്. തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തആല ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു അനുവാദം കൂടി എനിക്ക് തരണം. എനിക്ക് കഴിഞ്ഞ കുറെ കാലമായി എന്റെ കാലല്പ പ്രശ്നത്തിലാണ്. കൂടുതൽ നേരെ ഇരിക്കാൻ ഒക്കത്തില്ല. എന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് പുറത്തു തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. 2026 എന്ന് പറയുന്ന ഈ വർഷത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികവും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 71ാം വാർഷികവും നടക്കുന്നു. ഇന്നലത്തെ മനോരമ പത്രത്തിൽ വളരെ വിശദീകരിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എങ്ങനെ ഉണ്ടായെന്നും അതിൽ പിന്നീട് 80കളിൽ വന്ന വിഭജനത്തെപ്പറ്റി എല്ലാം വിശദമായി വായിച്ചു. അതിനു മുമ്പ് മലബാർ കലാപം 1921 മാപ്പിള ലഹള കാലഘട്ടത്തിലും അതിനു മുമ്പും ഖാദിമാരും സയ്യിദുമാരും വിധി കൽപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസം പകർന്നു കൊടുത്തിരിക്കുന്ന ആ പരമ്പരാഗതമായ സമ്പ്രദായത്തിൽ നിന്നും മാറി ഉലമാക്കളുടെ ഒരു സംഘടന വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ പ്രതിഫലനമായിട്ടാണ് സമസ്ത കേരളയും ദക്ഷിണ കേരളയും മറ്റും ഉണ്ടായി. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന് കേൾക്കുമ്പോൾ എന്റെ പ്രായത്തിലുള്ള ഒരാളിന് ആദ്യം ഓർമ്മ വരുന്നത് കടക്കൽ ഉസ്താദ് അവറുകളെയാണ്, തൊടിയൂർ ഉസ്താദ് അവറുകളെയാണ്. കാരണം വിഭജിക്കപ്പെട്ടിരുന്ന ഈ മുഅല്ലിമീങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ക്ലാസ് സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത് എനിക്ക് ഓർമ്മ വരും. ഞാൻ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മദ്രസ സമ്പ്രദായം ക്ലാസ് സിസ്റ്റം ഇവിടെ ഉണ്ടായത്. കന്യക്കിലും ദക്ഷിണ കേരളത്തിലും ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. കന്യക്കിൽ അത് യാഥാർത്ഥ്യമായത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 1966-67 കാലഘട്ടമാണ്. അതിനുശേഷം എന്നെ ഓദിച്ചതെല്ലാം നമ്മുടെ ഖത്തീബായിരുന്ന, ഇപ്പോഴും ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന, പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുന്ന കൊച്ചു ഉസ്താദ് എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന മുഹമ്മദ് സാലിം മൗലവിയാണ്. പക്ഷെ അന്നത്തെ ആ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറയ്ക്ക് കിട്ടിയ ഇസ്ലാമിക ബോധവും ഇസ്ലാമികമായ ചൈതന്യവും പിന്നീട് വന്ന തലമുറയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞങ്ങളെ മദ്രസയിൽ നിന്ന് വരിവരിയായി സ്കൂളിൽ പള്ളിയിൽ കൊണ്ടുവന്ന് പള്ളിക്കുളത്തിൽ ഒന്നുകൊടുക്കാൻ പഠിപ്പിക്കുന്നു, നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നു, സുജൂദ് എങ്ങനെ ചെയ്യണം, റുക്കൂൽ എങ്ങനെ ചെയ്യണം, അത്തഹിയാത്തിൽ എങ്ങനെ ഇരിക്കണം, ഇതെല്ലാം പഠിപ്പിച്ചത് ഓർത്തുപോയി ഞാൻ ഈ സ്റ്റേജിലിരുന്നു. ആ ചൈതന്യം ഇന്നത്തെ കുട്ടികൾക്ക് കാണുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് കുട്ടികൾക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്, ഉസ്താദുമാരുടെ കുഴപ്പമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് മുഹമ്മദ് ഫൈസി ഉസ്താദ് അവർ പറഞ്ഞതുപോലെ ശമ്പളം കൊടുക്കാത്ത, അല്ലെങ്കിൽ സമയത്ത് ശമ്പളം കൊടുക്കാത്ത ജമാഅത്തുകളൊക്കെ ഉണ്ടാവും. തുച്ഛമായ ശമ്പളം പറ്റിയിട്ടുണ്ട്. അതിനേക്കാൾ ഉയർന്ന ആ ഇസ്സത്ത് പകർന്നു കൊടുക്കുന്ന, ഇസ്ലാമിക ചൈതന്യം പിള്ളേർക്ക് പകർന്നു കൊടുക്കുന്ന
ഈ തൊഴിലിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ശമ്പളവും വേതനവും വളരെ കുറവാണെന്നുള്ളത് ഞങ്ങൾക്ക് തിരിച്ചറിയാം. കന്നേറ്റി ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴും ഇന്നലെ അക്വിറ്റൻസ് ശരിയാക്കി കഴിഞ്ഞു. 30-ാം തീയതി ഞങ്ങൾ കൊടുത്തിരിക്കും ഞാൻ ശമ്പളം സെക്രട്ടറി ആയതുകൊണ്ട്. കാരണം 34 വർഷം എനിക്ക് 1-ാം തീയതി ശമ്പളം സർക്കാർ തന്നു, ഇപ്പോഴും 1-ാം തീയതി തരും. അതിനു മുമ്പ് എനിക്ക് ഉസ്താദുമാർക്ക് കൊടുക്കണം എന്നുള്ള വാശിയിൽ കന്നേറ്റി ജമാഅത്ത് അത് ഞങ്ങൾ ചെയ്തിരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ ജലാലുദ്ദീൻ ഉസ്താദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു ബിരുദദാന ചടങ്ങ് നടക്കുന്നുണ്ട്, അതിനുള്ള വേദിയും അവസരവും കന്നേറ്റി ജമാഅത്ത് ഒരുക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ സദർ അബ്ദുൽ ഹക്കീം നിസാമി പറഞ്ഞതനുസരിച്ച് ഇത്രയും മഹത്തായ ഒരു സമ്മേളനം നടത്താൻ കഴിഞ്ഞ ഞങ്ങളുടെ മദ്രസയിൽ വെച്ച് നടത്താൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സേവനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകാം. നല്ല കുട്ടികളെ, ഇസ്ലാമിക ബോധത്തിലുള്ള കുട്ടികളെ, അനാമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അങ്ങനെ ആ സാലിഹീങ്ങളുടെ പരമ്പരയിലുള്ള കുട്ടികളെ വാർത്തെടുക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് നിങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. അള്ളാഹു നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സംവിധാനത്തെ നിലനിർത്താൻ കഴിയുകയില്ല എന്ന് നമ്മുടെ വലിയ ഉത്തരവാദിത്തപ്പെട്ട മഹത്തുക്കളായ ഉലമാക്കൾ കൂടിയിരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയതിന്റെ വലിയൊരു ഫലമാണ് ഈ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ട ഈ ഒരു ലക്ഷ്യം. അത് അതിന്റെ യഥാർത്ഥ പൂർണ്ണതയിലേക്ക് എത്തിയില്ലെങ്കിൽ ആ കുറവ് നികത്തപ്പെടുന്നത് പലപ്പോഴും ഇപ്പൊ പറഞ്ഞതുപോലെ ഈ മദ്രസ പ്രസ്ഥാനത്തിൽ വെല്ലുവിളിയായി കടന്നു വരുന്ന ഓൺലൈൻ മദ്രസകൾ, അത് വലിയൊരു വെല്ലുവിളിയാണ്. അതിലൂടെ ഒരിക്കലും മദ്രസ ഈ ഒരു മതവിജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല എന്ന് പറയേണ്ടതില്ല. പിന്നെ രണ്ടാമത് ആ കുറവുകളെയൊക്കെ വളരെ ബോധപൂർവം ഉപയോഗപ്പെടുത്തുന്ന പുതിയ പ്രസ്ഥാനക്കാരുടെ അതിശക്തമായ കടന്നുകയറ്റങ്ങൾ. വിജ്ഞാനങ്ങൾ കുറെ കൊടുക്കുക എന്നുള്ളതല്ല, സ്കില്ലുള്ള കുറെ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പലപ്പോഴും വിദഗ്ധ മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിൽ അവര് നല്ല അപ്ഡേറ്റ് ആയ ഒരു സംഘത്തെ രൂപപ്പെടുത്തി വരുന്ന വളരെ വ്യക്തമായി ഇത്തരത്തിലുള്ള പദ്ധതി ഇത്തരത്തിലുള്ള പദ്ധതിയുടെ നൈരന്തര്യം കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് മാത്രം ഞാൻ ഈ മനോഹരമായ പദ്ധതിയെ മനസ്സിലാക്കി പറയുകയാണ്. അല്ലാഹു തആല ഈ ശ്രമങ്ങളെ അതിന്റെ പൂർണ്ണതയിലെത്താൻ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. മദ്രസയിൽ ദീർഘകാലം പഠിച്ച് അത് ഏത് ബോർഡാകട്ടെ, നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബോർഡാണ്. ഞാനൊക്കെ അതിൽ തന്നെ പഠിച്ചു വന്നയാളാണ്. ഏകദേശം മധ്യ കേരളം മുതൽ ഇങ്ങോട്ട് ഏറിയ പങ്കും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസകളാണ്. അഹ്ലു സുന്നത്തിന്റെ അഖീദയിൽ അടിയുറച്ച് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പുറത്തേക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയാണ് ഭാഗികമായിട്ട് നമ്മുടെ ഈ ഭാഗത്തുണ്ടെങ്കിലും വളരെ അപ്ഡേഷനായ പ്രവർത്തനങ്ങളുമായിട്ട് അവിടെ പരസ്പരം ചില സംഘടിതമായ ചില തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പലപ്പോഴും ഈ മേഖലയുടെയും ഈ ദീനിന്റെയൊക്കെ വിജയത്തിന് പലപ്പോഴും കാരണമായിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഭാഗത്തും അതിനനുസരിച്ചുള്ള വലിയ കുതിച്ചുചാട്ടങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം. ഞാൻ തന്നെ ഇപ്പൊ ഇവിടുന്ന് വളരെ മനോഹരമായിട്ട് വടക്കുംതല ജമാഅത്തിലേക്ക് വരുന്നത് വളരെ പാരമ്പര്യമായ മേക്കാലടി ജമാഅത്തിൽ നിന്നാണ്. ഓണംപള്ളി, മേക്കാലടി, അലിമൗലവി, ഓണംപള്ളി എന്ന് പറഞ്ഞാൽ ദക്ഷിണ കേരളയുടെ ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മദ്രസകൾ നടക്കുന്ന സ്ഥലമാണ്. ഏറ്റവും സുപ്രധാനപ്പെട്ട ഉസ്താദന്മാർ ഇവിടെ ഇതിന്റെ ഏറ്റവും ഉത്തരവാദിത്തത്തിലുള്ളവരായതുകൊണ്ട് ഞാൻ 2 വാക്ക് പറഞ്ഞതാണ്. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ വരുന്നത് തന്നെ വടക്കുംതല എന്ന മനോഹരമായ നല്ല വിശാലതയുള്ള സാധ്യതകളുള്ള ഒരു മഹല്ല് വരുമ്പോൾ ഏതൊരാളും വരാൻ ആഗ്രഹിക്കും എന്നതിലുപരിയായി നല്ല രൂപത്തില് ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് എല്ലാ സപ്പോർട്ടും സംവിധാനങ്ങളും ഉള്ള ഒരു മഹല്ല് കുതിച്ചു ചാടി നിൽക്കുന്ന പുതുകാലത്തിന്റെ ചുവരെഴുത്തുകളെ കൃത്യമായി മനസ്സിലാക്കപ്പെടുന്ന ഒരു മഹല്ലിലാണ് കാലടി ജമാഅത്തിൽ ഞാൻ നീണ്ട 5 വർഷം ജോലി ചെയ്തത്. എല്ലാ രൂപത്തിലും സംവിധാനങ്ങൾ ഒരുങ്ങി മദ്രസ വളരെ ചലനാത്മകമായി മുന്നോട്ട് പോകുമ്പോഴും ഇത് പോരാ എന്നുള്ള ഒരു തീരുമാനം നല്ല യോഗ്യരായ ചില ആളുകൾ ഉത്തരവാദിത്തത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് തോന്നി ഇത് പോരാ, ഇതൊന്നും പോരാ, ഇത്രയും ഒന്നും അപ്ഡേഷൻ കൊണ്ടൊന്നും നമുക്ക് ഇനി പിടിച്ചിരിക്കാൻ കഴിയില്ല. കാരണം കുട്ടികൾ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ഐക്യു ലെവൽ കൂടിയ കുട്ടികളാണ്. അതുകൊണ്ട് ഇനിയും നമുക്ക് ഉഷാറാക്കണം എന്ന ചർച്ച അവസാനം ഭൗതികരായ കുറച്ച് വിദ്യാഭ്യാസമുള്ളവരൊക്കെ കൂടി എത്തിച്ചേർന്നത് നമുക്ക് മദ്രസയുടെ സിലബസ് എടുത്ത് മാറ്റാം.
പരിഹാരമായി കൊണ്ടുവന്നത് ഈ അടുത്ത് ദക്ഷിണേന്ത്യ ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക തലത്തിൽ നിന്നും ശക്തമായി വിമർശിച്ച് നിലപാട് കൃത്യമായി അടയാളപ്പെടുത്തിയ പുതിയ ഒരു സിലബസ് ദീനിയാത്ത് സിലബസ് അപകടകരമാണെന്ന് കൃഷ്ണകർണ ജമിയത്തുൽ ഉലമയുടെ ഉന്നതരായ ഉസ്താദുമാർ ഔദ്യോഗികമായി ലെറ്റർ പേഡിൽ കഴിഞ്ഞ സമയങ്ങളിൽ അതിന് പുറത്തേക്ക് അറിയിച്ചു. ഈ ഒരു സംവിധാനത്തെ, ഈ ദീനിയാത്ത് സിലബസിനെ അതിന്റെ എല്ലാ ഭംഗിയും തേച്ചു മിനുക്കി രാഗിയിട്ടാണ് നീണ്ട 1.5 മണിക്കൂറോളം ആ മഹലിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടിയിരുത്തിയിട്ട് ഒരു പ്രൊഫസർ 40 വർഷത്തോളം നന്നായി ജനങ്ങളുമായിട്ട് ഇടപഴകിയ ഒരു പ്രൊഫസർ ആ സിലബസിനെ അങ്ങ് വിശദീകരിച്ചപ്പോ ജനങ്ങൾ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹു അക്ബർ, ഈ ദക്ഷിണേന്ത്യ ജമിയത്തുൽ ഉലമയുടെയും അല്ലെങ്കിൽ ഈ സമസ്തയുടെ ഒക്കെ സിലബസ് ഇത് കാട്ടിക്കളഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കാനാണ് ആളുകൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായും അവിടെ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്ത് ദുആ ചെയ്ത് പോവാന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് പൊതുയോഗം, അതാണ് ഇമാമിനുള്ളൂ. പക്ഷെ ഈ വിഷയം ഗൗരവമാണ്. അതിന്റെ പ്രാഥമികമായ ഘട്ടങ്ങളിലൊക്കെ ശക്തമായി എതിർക്കുകയും നേതാക്കളെയൊക്കെ ബന്ധപ്പെടുത്തുകയൊക്കെ ചെയ്തു നമ്മൾ. പക്ഷെ അതുകൊണ്ടൊന്നും വിജയിക്കാൻ കഴിയില്ല. കാരണം വിജയത്തിന്റെ ഭാഗത്ത് നിന്ന് അത്രമാത്രം ശക്തമായ സ്വാധീനത്തോടു കൂടിയാണ് അത് വന്നത്. എല്ലാ പുതുമകളോടുകൂടി വന്നു. പ്രമുഖരായ ആലിമീങ്ങളൊക്കെ ഇടപെട്ട്, ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് അടക്കം പ്രധാനപ്പെട്ടവരൊക്കെ ഇടപെട്ടു. പക്ഷെ അവരൊക്കെ മുമ്പോട്ട് വെച്ച കാല് ഒരു ചെറിയ നേരം പിന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം വന്നു. അതവിടെ നടപ്പിലാക്കി പോകുന്ന ഒരു അവസ്ഥ വരികയും തക്ബീർ ചൊല്ലി പാസ്സാക്കി അവരുടെ മുമ്പിൽ ഇനി ആർക്കും ഒരു റോളില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ജമാഅത്തിന്റെ പ്രസിഡന്റിന്റെ ഒരു വാക്കില് ഇമാമായ ഞാൻ മദ്രസ എടുക്കണില്ലെങ്കിലും എന്നെ ഒന്ന് പരാമർശിച്ചു. അപ്പൊ ആ പരാമർശം ഒന്ന് തിരുത്താൻ ഒരു അവസരം തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട് ഞാൻ വേറൊരാളെ പറഞ്ഞു വിട്ട് എനിക്ക് ആ മൈക്ക് കിട്ടിയ ചാൻസിൽ ഒരു 15 മിനിറ്റ് ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ പറ്റി ഒരു 20 മിനിറ്റ് സംസാരിച്ചപ്പോഴത്തേക്കും സദസ്സിൽ നിന്ന് ഈ സാധനത്തോട് ഇത് കാട്ടിലേക്ക് എറിയുക, നമ്മുടെ നിലവിലുള്ള സംവിധാനത്തെ എങ്ങനെയാണോ പുതുമകളോടെ കൊണ്ടുവരേണ്ടത് അത് പ്രഖ്യാപിക്കുക. ഉസ്താദാണ് ഞങ്ങൾക്ക് ഇത്ര ആൾ ഇമാം എന്ന് ഉസ്താദ് പറയണേ ഞങ്ങൾക്ക് അംഗീകാരമുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പാസ്സാക്കി നമ്മുടെ ബഹുമാനപ്പെട്ട ഈ സിലബസിനെ അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇനി അവിടെ കാലിയെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് പറഞ്ഞ പോലെ ഞാനപ്പോ തന്നെ എന്റെ ഉസ്താദന്മാരെല്ലാരുമായിട്ട് ബന്ധപ്പെട്ട് ഉസ്താദും വലിയ ഉന്നത ശിക്ഷരായ ആലിമ്യങ്ങളൊക്കെ ആയിട്ട് വിവരം പങ്കുവച്ചിട്ടാണ് ഞാൻ കയറി സംസാരിക്കാൻ നിന്നത്. ആ സംസാരമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ തന്നെ ഞാൻ എന്നോടൊപ്പം പറഞ്ഞു, നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫത്തഹായാൽ അവിടെ നിന്ന് തന്നെ പ്രഖ്യാപിച്ചാല് അസ്സലാമു അലൈക്കും പറഞ്ഞേരെ. കാരണം ഇല്ലെങ്കിൽ അത് അത്രയും വലിയ ഗൂഢമായ പദ്ധതികളുമായിട്ട് അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി പാസ്സാക്കി ടേബിളും കസേരയും വരെ അതിനെ ഓക്കെ ആക്കി ഈ ദീനിയാത്ത് സിലബസിന്റെ കേന്ദ്ര സമിതി അംഗങ്ങൾ വരെ രാവിലെയും വൈകുന്നേരം അവിടെ വന്ന് നിരന്ന് മെഴുകി അതിനെ പിടിച്ചെടുത്തു. കാരണം അവർക്കറിയാം അവിടെ പിടിച്ചെടുത്ത തൊട്ടപ്പുറ ഓണംപള്ളി, പിന്നെ തൊട്ടപ്പുറ വലിയ മഹലിലെ വലിയ മദ്രസകളൊക്കെ ഇങ്ങനെ ഒഴുകി വരും. കാരണം നോളജ് അല്ല വലുത്, സ്കില്ലാണ് വലുത്. വണ്ടി കയറുമ്പോൾ ഇക്കറിയെല്ലാനും അതുപോലെ തന്നെ ആക്ഷനും പ്രവർത്തനങ്ങളൊക്കെ കാണിക്കുന്ന കുറച്ച് കുട്ടികളെ മതി. അപ്പൊ വ്യാപകമായിട്ട് അത് ഉപകാരപ്പെടുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ പെട്ടെന്ന് ഇത് പ്രഖ്യാപിച്ച് ഈ വർത്താനം പറഞ്ഞ് തീർന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ പറഞ്ഞു, ഇനി നിനക്ക് പിന്നെ വരാൻ പോണത് അവരുടെ അഭിമാനം അവർക്ക് സംരക്ഷിക്കാൻ വേണ്ടി ഇനി അടുത്ത പോക്സോയിൽ നിന്നെ അവർ അവിടെ നിന്ന് ചാടിക്കും. അതുകൊണ്ട് അസ്സലാമു അലൈക്കും.